ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അക്കാഡമീസിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. അപ്പോൾ RPF പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ സീരീസ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് രണ്ട് ക്ലാസ് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ആ രണ്ട് ക്ലാസ്സിലും RPF കോൺസ്റ്റബിളിന്റെ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. ഇന്നത്തെ ക്ലാസ് മുതൽ ബാക്കിയുള്ള രണ്ട് ക്ലാസ്, മൂന്നാമത്തെ ക്ലാസ്സും നാലാമത്തെ ക്ലാസ്സും RPF SI ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിനേക്കാൾ കുറച്ചും കൂടി ഒരു കട്ടി കൂടിയ ക്വസ്റ്റ്യൻസ് ആയിരിക്കും, കുറച്ചും കൂടി നല്ല ക്വസ്റ്റ്യൻസ് ആണെന്ന് പറയാം. ഓക്കെ, അപ്പോ പാർട്ട് 3 ഒരിക്കൽ കൂടി സ്വാഗതം. ഓക്കെ, നമുക്ക് ഒരു ഫസ്റ്റ് ചോദ്യം നോക്കാം. ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. സെല്ലിംഗ് ആൻ ഐറ്റം ഫോർ Rs 440 rupees is the loss of 60% of the profit received on selling the same item for Rs 1000 rupees. Know the purchase price of the item. ഒരു ഐറ്റം 440 രൂപക്ക് വിൽക്കുമ്പോൾ ലോസ് ആണ്, 1000 രൂപ വിൽക്കുമ്പോൾ എന്താണ്? പ്രോഫിറ്റും ആണ്. ആ പ്രോഫിറ്റിന്റെ 60% ലോസ്. ഞാൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു ഐറ്റം അതിനൊരു കോസ്റ്റ് പ്രൈസ് ഉണ്ട്, അതിന്റെ സെല്ലിംഗ് പ്രൈസ് 440 രൂപയാണ് അല്ലെ. അതിന് വിൽക്കുമ്പോൾ അതിന് ലോസ് ആണ്. പിന്നെ സെല്ലിംഗ് പ്രൈസ് 1000 രൂപയാണ്, 1000 രൂപക്ക് വിൽക്കുമ്പോൾ എന്താണ്? പ്രോഫിറ്റ് ആണ്. സെല്ലിംഗ് പ്രൈസ് 440 രൂപയാണ്, 440 രൂപക്ക് വിൽക്കുമ്പോൾ എന്താണ്? ലോസ് ആണ്. സെല്ലിംഗ് പ്രൈസ് 2 എന്താണ്? ഇത് SP എന്ന് കൊടുക്കാം. സെല്ലിംഗ് പ്രൈസ് 2, ഇത് 1, ഇത് 2. 1000 രൂപയാണ്, 1000 രൂപക്ക് വിൽക്കുമ്പോൾ എന്താണ്? പ്രോഫിറ്റ് ആണ്. ഇവിടെ കണക്ഷൻ എന്താണ്? ലോസ് എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റിന്റെ 60%. ശ്രദ്ധിക്കുക, നോക്കൂ. The selling an item for 440 rupees is the loss of 60% of the profit received selling on the same item in 1000 rupees. അല്ലെ, പ്രോഫിറ്റിന്റെ 60%. ലോസ്. അപ്പോ ഇത് ഇവിടെയല്ലേ ലോസ്, ഇവിടെയല്ലേ പ്രോഫിറ്റ്. 1000 രൂപയ്ക്ക് വിൽക്കുമ്പോഴാണ് പ്രോഫിറ്റ്, 440 രൂപയ്ക്ക് വിൽക്കുമ്പോഴാണ് ലോസ്. അപ്പൊ പ്രോഫിറ്റ് 100% ആണെങ്കിൽ അതിന്റെ 60% ലോസ്. അപ്പൊ ലോസ് എത്രയായിരിക്കും? 60% ആയിരിക്കും അല്ലെ. പ്രോഫിറ്റ് 100% ആണെങ്കിൽ ലോസ്, പ്രോഫിറ്റിന്റെ 60% ലോസ്. ഓക്കെ, അപ്പൊ ഞാൻ ഇവിടെ ഈ പെർസെന്റേജ് ക്യാൻസൽ ആക്കി, 0 ക്യാൻസൽ ആക്കി, ഈ റേഷ്യോ ചെറുതാക്കി പോരുകയാണ്. ഇത് 3, ഇത് 5, 3:5 ആയിരിക്കും ഇവ തമ്മിലുള്ള ആ ഡിഫറൻസിന്റെ റേഷ്യോ. അഥവാ ഇവിടെ 3 യൂണിറ്റ് ഉണ്ടാവും, ഇവിടെ 5 യൂണിറ്റ് ഉണ്ടാവും. അഥവാ ടോട്ടൽ ഇവിടുന്ന് ഇതുവരെ സെല്ലിംഗ് പ്രൈസ് 1 നിന്ന് സെല്ലിംഗ് പ്രൈസ് 2 പോകുമ്പോൾ ടോട്ടൽ എത്ര യൂണിറ്റ് ഉണ്ട്? 8 യൂണിറ്റിന്റെ വ്യത്യാസം ഉണ്ട്. ആ വ്യത്യാസമാണ് 1000 മൈനസ് 440 അല്ലെ. 8 യൂണിറ്റിന്റെ ആ വ്യത്യാസമാണ് 1000 മൈനസ് 440 ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ 8 യൂണിറ്റ് എന്ത് വരും? 1440 കുറക്കുക, എന്ത് വരും? 1400 പോയാൽ 600, 600 40 പോയാൽ 560. ഓക്കെ, അപ്പോ 8 യൂണിറ്റിന്റെ വാല്യൂ എന്ത് വരും? 560 വരും, 560 വരും. നമുക്ക് എന്താ വേണ്ടത്? നോ ദ പർച്ചേസ് പ്രൈസ് ഓഫ് ദി ഐറ്റം. പർച്ചേസ് പ്രൈസ് എന്ന് പറഞ്ഞാൽ കോസ്റ്റ് പ്രൈസ് ആണ്. കോസ്റ്റ് പ്രൈസ് രണ്ട് രീതിയിൽ കാണാം. ഒന്നല്ലെങ്കിൽ 440ക്ക് ലോസ് കൂട്ടുക, അല്ലെങ്കിൽ 1000 നിന്ന് പ്രോഫിറ്റ് കുറക്കുക. ഇവിടെ ലോസ് എത്ര യൂണിറ്റാ? 3 യൂണിറ്റ് അല്ലെ. ഈ ലോസ് 3 യൂണിറ്റ് കൂട്ടിയാൽ മതി. ഇവിടെ 8 യൂണിറ്റിന്റെ പേരാണ് എന്ത്? 560. 3 യൂണിറ്റ് എന്താ വരിക? 3 യൂണിറ്റ് എന്താ വരിക? 8 യൂണിറ്റ് 560 ആണെങ്കിൽ 3 യൂണിറ്റ്, 1 യൂണിറ്റ് 560/8. 3 യൂണിറ്റ് എന്താ വരിക? 560/8 × 3. ഓക്കെ, 7 8 56. 70 × 3 എന്ത് വരും? 210 വരും. 70 × 3 210 വരും. ഇവിടുത്തെ 3 യൂണിറ്റിന്റെ വേർഡ് എന്താണ്? 210 ആണ്. ഓക്കെ, 210 ആണ്. അപ്പോ 440ക്ക് ആ 210 അങ്ങ് കൂട്ടുക. അപ്പൊ എന്ത് വരും? 680 വരും. അതന്നെയാണ് എന്ത്? കോസ്റ്റ് പ്രൈസ് അല്ലെ. ഇവിടെ ഈ 440 രൂപ വിൽക്കുമ്പോൾ ലോസ് അല്ലേ. ഈ 440ക്ക് ഈ ലോസ് കൂട്ടിയാൽ കോസ്റ്റ് പ്രൈസ് കിട്ടും. 440ക്ക് 210 കൂട്ടിയാൽ 680. അത് തന്നെയാണ് എന്ത്? കോസ്റ്റ് പ്രൈസ് ആയിട്ട് വരുന്നത്. അപ്പൊ കോസ്റ്റ് പ്രൈസ് എന്താണ്? 680 ആണ്. അല്ലെങ്കിൽ 1000 നിന്ന് ഈ പ്രോഫിറ്റ് കുറക്കുക. പ്രോഫിറ്റ് എത്ര യൂണിറ്റാ? 5 യൂണിറ്റാ അല്ല. 3 യൂണിറ്റ് 210. അപ്പൊ 5 യൂണിറ്റ് എന്താ വരിക? 5 യൂണിറ്റ്, 1 യൂണിറ്റ് 560/8. 5 യൂണിറ്റ് 560/8 × 5. ഓക്കെ, 7 8 56. 7 5 35. എന്ത് വരും? 7
70 ഇൻറ്റു 5 350 ആണ് വരിക. ഓക്കെ, ഇവിടെ 440 പ്ലസ് 210 എത്രയാ? 680 അല്ല 650 ആണ്. 440 പ്ലസ് 210 650 ആണ്. 650 650 ആണ്. ഓക്കെ, അല്ലെങ്കിൽ എന്ത് ചെയ്താൽ മതി? 1000 നിന്ന് 350 കുറക്കുക. 1000 നിന്ന് 350 കുറക്കുക. 1000 നിന്ന് 300 പോയ 700 ആണ്. 700 50 പോയാൽ എന്ത് വരും? 650 ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരാൻ പോകുന്നത്. ഓപ്ഷൻ എ ആണെന്ത് നമ്മുടെ ഒരു ഒന്നാമത്തെ ക്വസ്റ്റ്യന്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ക്ലിയർ ആണല്ലോ? സെറ്റ് ആണല്ലോ? യെസ്. അപ്പോ 1000 രൂപക്ക് വിൽക്കുമ്പോ പ്രോഫിറ്റ് ആണ്. 440 രൂപക്ക് വിൽക്കുമ്പോ എന്താണ്? ലോസ് ആണ്. പ്രോഫിറ്റിന്റെ 60% ലോസ്. ഇത് വായിക്കാം. an item selling an item for 440 rupees is the loss of 60% of profit received selling the same item for 100 rupees. Sorry, 100 അല്ല, 1000 rupees. 1000 രൂപക്ക് വിൽക്കുമ്പോൾ പ്രോഫിറ്റ് ആണ്. 440 രൂപക്ക് വിൽക്കുമ്പോൾ എന്താണ്? ലോസ് ആണ്. അല്ലെ? പ്രോഫിറ്റിന്റെ 60% ലോസ്. അപ്പൊ പ്രോഫിറ്റ് 100% ആണെങ്കിൽ ലോസ് 60%. അത് ചെറുതാക്കിയാൽ പ്രോഫിറ്റ് 5 യൂണിറ്റ് ആണെങ്കിൽ ലോസ് 3 യൂണിറ്റ്. അപ്പൊ ടോട്ടൽ വരുന്ന ഡിഫറൻസ് 8 യൂണിറ്റ്. ആ 8 യൂണിറ്റിന്റെ വാല്യൂ ആണ് ഈ 1000 440 തമ്മിൽ ഡിഫറൻസ്, അഥവാ 560. അപ്പൊ 3 യൂണിറ്റ് എന്ത് വരും? 210 അല്ലെ? 210 3 യൂണിറ്റ്, അഥവാ ലോസ് ആണ് എടുത്ത് 210 അല്ലെ? അപ്പൊ എന്ത് ചെയ്താൽ മതി? 440 210 കൂട്ടുക. അതായിരിക്കും കോസ്റ്റ് പ്രൈസ്. കോസ്റ്റ് പ്രൈസ് തന്നെയാണ് എന്ത്? പർച്ചേസ് പ്രൈസ്. ഓക്കെ, അപ്പൊ എന്ത് വരും? 650 വരും. അല്ലെങ്കിൽ 1000 നിന്ന് 210 കുറക്കുക. അല്ല, 1210 കുറക്കുക. അങ്ങനെയാണെങ്കിലും, സോറി 210 അല്ല, 1000 നിന്ന് പ്രോഫിറ്റ് കുറക്കുക. പ്രോഫിറ്റ് എത്രയാ? 5 യൂണിറ്റ്. 5 യൂണിറ്റ് എന്ന് പറയുമ്പോൾ 350. 1000 നിന്ന് 350 കുറച്ചാൽ എന്ത് വരും? 650 വരും. എന്തായാലും പർച്ചേസ് പ്രൈസ് അല്ലെങ്കിൽ കോസ്റ്റ് പ്രൈസ് എന്താണ്? അത് 650 ആണ്. ഓപ്ഷൻ എ ആണെന്ത് ഈ ഒരു ഒന്നാമത്തെ ക്വസ്റ്റ്യന്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരാൻ പോകുന്നത്. ക്ലിയർ ആണല്ലോ? സെറ്റ് ആണല്ലോ? യെസ്. അടുത്ത ക്വസ്റ്റിലോട്ട് പോവാം. രണ്ടാമത്തെ ചോദ്യത്തിലോട്ട് പോവാം. ദ റേഡിയസ് ഓഫ് സർക്കിൾ ഗിവൺ അപ് ടു 19 ടൈംസ്, how much of its perimeter will be the perimeter of the previous perimeter? ഒരു സർക്കിളിന്റെ റേഡിയസ് 19 ടൈംസ് ആയി. അങ്ങനെയാണെങ്കിൽ how much its perimeter will be the perimeter of previous perimeter? ഇതിന്റെ ആ സർക്കിളിന്റെ പെരിമീറ്റർ എന്ന് പറയുന്നത് ചുറ്റളവ്. സർക്കിളിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സർക്കംഫറൻസ് എന്ന് പറയാം. പെരിമീറ്റർ എന്നേക്കാൾ നല്ല വേർഡ് സർക്കംഫറൻസ്. അത് ക്വസ്റ്റ്യനിൽ വന്ന വേർഡാണ്, ഞാൻ എടുത്ത് എഴുതി തന്നെയുള്ളൂ. സർക്കംഫറൻസ് ആണ് അല്ലെ? അങ്ങനെ സർക്കംഫറൻസ് എത്ര ടൈംസ് ആയി കൂടും എന്ന ചോദ്യം. ഒരു സർക്കിളിന്റെ റേഡിയസ് 19 ടൈംസ് ആയിട്ട് കൂടിയാൽ അതിന്റെ സർക്കംഫറൻസ് എത്ര ടൈംസ് ആയി കൂടും എന്ന ചോദ്യം. അത്രയുള്ള ചോദ്യം. ചോദിച്ച രീതി ചിലപ്പോൾ നിങ്ങൾ കൺഫ്യൂസ് ആക്കുന്നുണ്ടാവും. പക്ഷെ സംഗതി സിമ്പിൾ ആണ്. ഒരു സർക്കിളിന്റെ റേഡിയസ് 19 ടൈംസ് കൂടിയാൽ അതിന്റെ സർക്കംഫറൻസ് അല്ലെങ്കിൽ പെരിമീറ്റർ എത്ര ടൈംസ് കൂടും? ഓക്കെ, അതാ ചോദ്യം. അപ്പോ ഒരു സർക്കിൾ അതിന്റെ റേഡിയസ് 6 ആണെങ്കിൽ അതിന്റെ പെരിമീറ്റർ എന്താ അല്ലെങ്കിൽ സർക്കംഫറൻസ് എന്താ? 2πr. പെരിമീറ്റർ കാണാനുള്ള ഇക്വേഷൻ എന്താ? 2πr ആണ്. പിന്നെ റേഡിയസ് എന്തായി? 19 ടൈംസ് കൂടി. 19 ടൈംസ് കൂടി എന്ന് പറയുമ്പോൾ 19 ആറാവും അല്ലെ? ദ റേഡിയസ് ഓഫ് സർക്കിൾ ഗിവൺ അപ് ടു 19 ടൈംസ്, 19 ആറാവും. അപ്പൊ പെരിമീറ്റർ എന്താവും? 2πr. 2 × π × 6 19r എന്ത് വരും? 38πr. 38πr ആവും. ഓക്കെ, പെരിമീറ്റർ ആദ്യം റേഡിയസ് 6, അപ്പൊ പെരിമീറ്റർ 2πr. റേഡിയസ് 19 ടൈംസ് കൂടും എന്ന് പറയുമ്പോൾ 19r 19r. അപ്പൊ പെരിമീറ്റർ എന്താവും? 2πr. 2π × 19r എന്താവും? 38πr ആവും. ഓക്കെ, 38πr ആവും. ഓക്കെ, അപ്പൊ ആദ്യം പെരിമീറ്റർ 2πr ഉള്ളത് 38πr ആയി. അപ്പൊ എത്ര ടൈംസ് കൂടി എന്ന് കാണാൻ ചെയ്താൽ മതി? 38πr ഡിവൈഡഡ് ബൈ 2πr. 38πr ഡിവൈഡ് ബൈ 2πr. പയ്യാറും ക്യാൻസൽ. 38/2 എന്ത് വരും? 19 ആയിരിക്കും നമ്മുടെ ഈ ഒരു രണ്ടാമത്തെ ക്വസ്റ്റ്യന്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ആദ്യം റേഡിയസ് 6, പിന്നെ റേഡിയസ് എന്തായി? 19 ടൈംസ് ആയി. 19 ആറായി. ഓക്കെ, റേഡിയസ് 6 ആവുമ്പോൾ പെരിമീറ്റർ 2πr. 19 ആറാവുമ്പോൾ പെരിമീറ്റർ 2π × 19r 38πr ആവും. ഓക്കെ, 38πr ആവും. ക്ലിയർ ആണല്ലോ? സെറ്റ് ആണല്ലോ? അപ്പൊ എത്ര ടൈംസ് കൂടി എന്ന് കാണാൻ 38πr ഡിവൈഡ് ബൈ 2πr. 19 ടൈംസ് 19 ടൈംസ് കൂടി എന്നുള്ള ആൻസറിലോട്ട് എത്തിച്ചേരാൻ സാധിക്കുന്നതാണ്. ഓപ്ഷൻ ബി ആണെന്ത് രണ്ടാമത്തെ ക്വസ്റ്റ്യന്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരാൻ പോകുന്നത്. ഓക്കെ, റേഡിയസ് 6 ആവുമ്പോൾ പെരിമീറ്റർ 2πr. റേഡിയസ് 19 ആവുമ്പോൾ പെരിമീറ്റർ 2π × 19r. അപ്പൊ 38πr ആവും. 2πr ഉള്ളത് 38πr ആയി. അപ്പൊ എത്ര ടൈംസ് കൂടി?
19 ടൈംസ് ആണ് പെരിമീറ്റർ കൂടിയത്. ഓപ്ഷൻ ബി ആണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റിലോട്ട് പോവാം. മൂന്നാമത്തെ ക്വസ്റ്റിലോട്ട് പോവാം. ടെൽ ദ പ്രൊഡക്റ്റ് ഓഫ് ടു നമ്പേഴ്സ് വിച്ച് ആർ LCM 917 ആൻഡ് HCF 1 അല്ലെ 9070 LCM-ഉം HCF 1 ആണ്. ഇത് നിങ്ങൾക്ക് അറിയാമെന്ന് എനിക്ക് അറിയില്ല. ഇത് നമ്മൾ LCM HCF പറയുന്ന കാര്യമാണ്. LCM into HCF is equal to LCM into HCF is equal to product of two numbers. Product of two numbers. ഇപ്പൊ രണ്ട് നമ്പേഴ്സ് എയും ബിയും രണ്ട് നമ്പേഴ്സ്, ആ രണ്ട് നമ്പേഴ്സിന്റെ പ്രൊഡക്റ്റ് കാണാന് അതിന്റെ LCM into HCF ചെയ്താൽ മതി എന്നുള്ളതാ. ഓക്കെ, അപ്പോ നമുക്ക് എന്ത് പറയാം, എയും ബി ആണ് ആ രണ്ട് നമ്പർ എങ്കിൽ LCM into HCF is equal to എന്ത് വരും, A into B എന്ന് വരും. ഓക്കെ, അപ്പോ LCM into HCF is equal to product of the two numbers. അപ്പൊ LCM into HCF is equal to A into B എന്ന് വരും. ഓക്കെ, ഇവിടെ LCM എന്താണ് 917 ആണ്, HCF 1 ആണ്. പ്രൊഡക്റ്റ് ഓഫ് ടു നമ്പേഴ്സ് എന്താ വരിക, 917 into 1 എന്ത് ആൻസർ വരും, ഓപ്ഷൻ സി ആയിരിക്കും കറക്റ്റ് ആൻസർ ആയിട്ട് വരിക അല്ലെ. പ്രൊഡക്റ്റ് ഓഫ് ടു നമ്പേഴ്സ് ഈസ് ഈക്വൽ ടു HCM into HCF, LCM into HCF അല്ലെ. പ്രൊഡക്റ്റ് ഓഫ് ടു നമ്പേഴ്സ് ഈസ് ഈക്വൽ ടു LCM into HCF. LCM എന്താണ് 917 ആണ്, HCF എന്താണ് 1 ആണ്. അപ്പൊ എന്ത് വരും, 917 ആയിരിക്കും എന്ത് വരുന്നത്, ആ രണ്ട് നമ്പറിന്റെ പ്രൊഡക്റ്റ് ആയിട്ട് വരുന്നത്. ഓപ്ഷൻ സി ആണ് എന്ത് ഈ ഒരു മൂന്നാമത്തെ ക്വസ്റ്റ്യന്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരാൻ പോകുന്നത്. ഓപ്ഷൻ സി ആണ്. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അടുത്തൊരു ക്വസ്റ്റ്യനിലോട്ട് പോവാം. നാലാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഇൻ എ മിക്സ്ചർ ഓഫ് 84 liter, the ratio of milk and water is 3:4. If the ratio is changed to 3:5, then tell the amount of excess water mixed in the mixture. Okay, മിൽക്കും വാട്ടറും തമ്മിലൊരു മിക്സർ, മിൽക്ക് വാട്ടർ തമ്മിലുള്ള മിക്സർ, അതില് മിൽക്കിന്റെയും വാട്ടറിന്റെയും റേഷ്യോ 3:4 ആണ്. ആ 3:4 റേഷ്യോ എന്തായി 3:5 മാറി. എപ്പോ എക്സസ് വാട്ടർ ആഡ് ചെയ്തപ്പോ അല്ലെ, എക്സസ് വാട്ടർ ആഡ് ചെയ്തപ്പോഴാണ് 3:5 മാറിയത് അല്ലെ. Then tell the amount of excess water mixed in the mixture. ഇത് മിക്സർ അനാലിഗേഷന്റെ ക്വസ്റ്റ്യൻ എല്ലാവർക്കും അറിയാം. എക്സസ് വാട്ടർ ആഡ് ചെയ്തപ്പോ അത് 3:5 മാറി അല്ലെ. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ, നമ്മൾ വാട്ടർ മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ, അതുകൊണ്ട് മിൽക്കിന്റെ ക്വാണ്ടിറ്റി എന്തായിരിക്കും, കോൺസ്റ്റന്റ് ആയിരിക്കും. ഇവിടെ മിൽക്കിന്റെ ക്വാണ്ടിറ്റി കോൺസ്റ്റന്റ് ആണോ, ആണ്. ഇവിടെയും 3 യൂണിറ്റ് ആണ്, ഇവിടെയും 3 യൂണിറ്റ് ആണ്. അതുകൊണ്ട് സെയിം ആക്കേണ്ട ആവശ്യമില്ല. സെയിം അല്ലാത്ത കേസിൽ സെയിം ആക്കേണ്ടി വരും. ഇവിടെ പ്രത്യേകിച്ച് എന്താക്കേണ്ട ആവശ്യമില്ല, സെയിം ആക്കേണ്ട ആവശ്യമില്ല. ഇവിടെ മിൽക്കിന്റെ ക്വാണ്ടിറ്റി സെയിം ആണ്, ഇവിടെയും 3 ആണ്, ഇവിടെയും 3 ആണ്. വാട്ടർ മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ അല്ലെ. എത്ര വാട്ടർ ആണ് ആഡ് ചെയ്തെന്ന ചോദ്യം. എത്ര വാട്ടർ ആഡ് ചെയ്തത്, 1 യൂണിറ്റ് വാട്ടർ ആണ് ആഡ് ചെയ്തത്. ആ 1 യൂണിറ്റിന്റെ വാല്യൂ എന്താണെന്നാ കാണേണ്ടത്. ടോട്ടൽ നമുക്ക് എന്താ അറിയാം, ആ മിക്സർ ആദ്യം 84 ലിറ്റർ അല്ലെ, ഇൻ ദ മിക്സർ ഓഫ് 84 ലിറ്റർ. അപ്പോൾ ടോട്ടൽ ഇവിടെ 3 + 4 7 യൂണിറ്റിന്റെ വാല്യൂ ആണ് എന്ത് 84. അങ്ങനെയാണെങ്കിൽ 1 യൂണിറ്റ് നമ്മൾ ആഡ് ചെയ്ത് എത്ര വരിക, 7 യൂണിറ്റ് 84 ആണെങ്കിൽ 1 യൂണിറ്റ് എന്ത് വരും, 12 വരും അല്ലെ. 7 × 12 ആണ് 84. അപ്പൊ 1 × 12 എന്താ വരിക, 12 ലിറ്റർ ആണ് എന്ത് ചെയ്തിട്ടുണ്ടാവുക, ആഡ് ചെയ്തിട്ടുണ്ടാവുക. ഓപ്ഷൻ ഡി ആണ് എന്ത് വരുന്നത് ഈ ഒരു നാലാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, മിൽക്കിന്റെയും വാട്ടറിന്റെയും മിക്സറിന്റെ റേഷ്യോ 3:4 ആണ്. അതെന്തായി 3:5 മാറി. എപ്പോ കുറച്ച് വാട്ടർ എക്സസ് വാട്ടർ ആഡ് ചെയ്തപ്പോ അല്ലെ. 3:5 മാറി എന്ന് പറയുമ്പോൾ ഇവിടെ 1 യൂണിറ്റ് ആണ് ഇൻക്രീസ് ആയത്. 4 യൂണിറ്റിൽ 5 യൂണിറ്റ് ആയി, 1 യൂണിറ്റ് ആണ് ഇൻക്രീസ് ചെയ്തത്. അപ്പൊ ആ 1 യൂണിറ്റിന് വാല്യൂ എന്താണെന്ന് ആ ചോദ്യം. ഓക്കെ, ടോട്ടൽ 7 യൂണിറ്റ് ആണ് ആദ്യം ഉള്ളത് അല്ലെ. പിന്നെ മിക്സർ ഓഫ് 84 ലിറ്റർ എന്ന് പറയുമ്പോൾ ഇവിടെ 3 + 4 ഇതല്ല ആദ്യമുള്ള റേഷ്യോ, 3:4 ആണ് ആദ്യമുള്ള റേഷ്യോ. അതിന് കറസ്പോണ്ടിങ് വാല്യൂ 84 ആണ്. അപ്പൊ 7 യൂണിറ്റിന്റെ വാല്യൂ 84 ആണ്. 1 യൂണിറ്റ് ആഡ് ചെയ്തു, അതിന്റെ വാല്യൂ എന്ത് വരും, 12 ലിറ്റർ വരും. ഓപ്ഷൻ ഡി ആണ് എന്ത് വരുന്നത് ഈ നാലാമത്തെ ക്വസ്റ്റ്യൻ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, പിന്നെ ഈ ക്വസ്റ്റ്യൻ വേണമെങ്കിൽ നമുക്ക് ക്രോസ് പ്രൊഡക്റ്റ് മെത്തേഡ് ഉപയോഗിച്ച് ചെയ്യാം. 2 റേഷ്യോ ഉണ്ടെങ്കിൽ നമുക്കത് യൂസ് ചെയ്യാം. പക്ഷെ ഇവിടെ അതിന്റെ ആവശ്യമില്ല, കാരണം ഇവിടെ ഈ ഒരു മെത്തേഡ് തന്നെയാണ് സിമ്പിൾ മെത്തേഡ്. കാരണം ഇവിടെ എന്താണ്, നമുക്ക് ഇവിടെ മിൽക്കിന്റെ ക്വാണ്ടിറ്റി സെയിം ആക്കേണ്ട അവസ്ഥ വന്നിട്ടില്ല. ഓക്കെ, ഇങ്ങനെ സെയിം ആക്കേണ്ടൊക്കെ വരുമ്പോഴാണ് ക്രോസ് പ്രൊഡക്റ്റ് മെത്തേഡ് ചിലപ്പോൾ എഫക്റ്റീവ് ആവുക. ഈ ക്വസ്റ്റ്യനിൽ ഈ രീതി ചെയ്താൽ മതി. അപ്പൊ മിൽക്കിന്റെയും വാട്ടറിന്റെയും റേഷ്യോ 3:4 ആണ്. അത് 3:5 ആയി. ഇവിടെ 4 ഉള്ളത് 5 ആയി, 1 യൂണിറ്റ് കൂടി അല്ലെ. അപ്പൊ ടോട്ടൽ ആദ്യം 7 യൂണിറ്റിന് വാല്യൂ 84, 1 യൂണിറ്റിന് വാല്യൂ എന്താ വരിക, 12 ആണ് വരിക. ഓപ്ഷൻ ഡി ആണെന്ത് ഈ ഒരു നാലാമത്തെ ക്വസ്റ്റ്യന്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരാൻ പോകുന്നത്. ക്ലിയർ ആണല്ലോ, സെറ്റ് ആണല്ലോ. യെസ്, അടുത്ത ക്വസ്റ്റിലോട്ട് പോവാം. 5ാമത്തെ ക്വസ്റ്റിലോട്ട് പോവാം. മാർട്ടിൻ ഡൊണേറ്റഡ്
30% of his salary to an orphanage, to an organization working for the blind people, 12% of his salary for the to the orphanage, 40% of his salary the institution working for physically challenged people, and 60% of his salary doctoral assistance institution. Okay, അങ്ങനെ പലയിടത്തും കൊടുക്കുകയാണ്. The remaining amount of salary deposited in the bank for RS 40,750 for monthly expenditure. ബാക്കിയുള്ള എമൗണ്ട് അയാള് ഒരു ബാങ്കിൽ ഡിപ്പോസിറ്റ് ചെയ്യണം. അത്ര ഉണ്ട്, 42,750 രൂപ ഉണ്ട് അല്ലെ ബാക്കിയുള്ള എമൗണ്ട് അല്ലെ. ഇത്ര കൊടുത്തിട്ടും ബാക്കിയുള്ള എമൗണ്ട് എത്ര ഉണ്ട്? 42,750 രൂപയുണ്ട്. അത് മന്ത്ലി എക്സ്പെൻഡിച്ചർ ആയിട്ട് എന്ത് ചെയ്യാണ്? ഒരു ബാങ്കിൽ ഡിപ്പോസിറ്റ് ചെയ്യാണ്. ഫൈൻഡ് ഔട്ട് എമൗണ്ട് ഡിപ്പോസിറ്റ് ഓർഫനേജ്. ഓർഫനേജിൽ കൊടുത്ത എമൗണ്ട് എത്രയാണെന്ന ചോദ്യം. ഓക്കെ, അപ്പോ 13% ഒരു ഓർഗനൈസേഷനിൽ കൊടുക്കുന്നുണ്ട്. അത് ബ്ലൈൻഡ് പീപ്പിളിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഓർഗനൈസേഷൻ ആണ്, അവിടെ കിടക്കട്ടെ. പിന്നെ 12% സാലറി ഒരു ഓർഫനേജ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, പ്ലസ് 14% സാലറി ഒരു ഫിസിക്കലി ചലഞ്ചഡ് പീപ്പിൾ വേണ്ടി വർക്ക് ചെയ്യുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ കൊടുക്കുന്നുണ്ട്. 16% സാലറി ഡോക്ടറൽ അസിസ്റ്റൻസിന് വേണ്ടി കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ടോട്ടൽ എത്ര സാലറി ആയി? ഇവിടെ 10 10 20 30 40 46 50 52 55 55% സാലറി അയാള് ഇങ്ങനെ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. ബാക്കിയുള്ള 45% ആണ് അയാൾ ഡിപ്പോസിറ്റ് ചെയ്യുന്നത് അല്ലെ, ബാങ്കിൽ ഡിപ്പോസിറ്റ് ചെയ്യുന്നത്. അതിന്റെ വാല്യൂ ആണ് എന്ത്? 42,750. നമുക്ക് എന്താ വേണ്ടത്? ഫൈൻഡ് എമൗണ്ട് ഡിപ്പോസിറ്റ് ഓർഫനേജ്. ഓർഫനേജിൽ കൊടുത്ത എമൗണ്ട് ആണ്. എത്ര പെർസെന്റേജാ? ഓർഫനേജിൽ കൊടുക്കുന്നത് 12%. അപ്പൊ ആ 12% വാല്യൂ ആണ് നമുക്ക് കാണേണ്ടത്. ക്ലിയർ ആണല്ലോ? സെറ്റ് ആണല്ലോ? യെസ്. ഓക്കെ, 12% വാല്യൂ ആണ് കാണേണ്ടത്. ഓക്കെ, 13% ഒരു ഓർഗനൈസേഷനിൽ ബ്ലൈൻഡ് പീപ്പിളിന് വേണ്ടി വർക്ക് ചെയ്യുന്ന ഓർഗനൈസേഷൻ കൊടുക്കുന്നുണ്ട്. 12% ഒരു ഓർഫനേജ് കൊടുക്കുന്നുണ്ട്. 14% ഒരു ഫിസിക്കലി ചലഞ്ചഡ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ കൊടുക്കുന്നുണ്ട്. 16% ഡോക്ടറൽ അസിസ്റ്റന്റ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ കൊടുക്കുന്നുണ്ട്. ടോട്ടൽ 50% ചെലവായി. ബാക്കി 45% അയാൾ ബാങ്കിൽ ഡിപ്പോസിറ്റ് ചെയ്യുന്നത്. അതിന്റെ വാല്യൂ ആണ് 42,750. നമുക്ക് വേണ്ടത് ഫൈൻഡ് ഔട്ട് ദ എമൗണ്ട് ഡിപ്പോസിറ്റ് ഓർഫനേജ്. ഓർഫനേജിൽ കൊടുത്ത എമൗണ്ട് ആണ് വേണ്ടത്. അത് എത്ര ശതമാനം? 12%. അതിന്റെ വാല്യൂ കണ്ടാൽ മതി. ഓക്കെ, 45% 42,750 ആണെങ്കിൽ 1% എന്ത് വരും? 42,750 ഡിവൈഡഡ് ബൈ 45. 12% എന്ത് വരും? ഇൻറ്റു 12. ഓക്കെ, എത്ര 3 ആണ്? 15 3 45, 4 3 12. ഇനി ഇവിടെ 3 ചിഹ്നം മനസ്സിലാക്കാം. ഇവിടെ 5 3 15. ഇവിടെയോ ഇവിടെ 4 ഒരു 3, 12 4 4 3, പിന്നെ 7 2 3 6, 15 5 3 5 50 വരും. ഓക്കെ, പിന്നെ ഇനി ഇവിടെ 5 ക്യാൻസൽ ആക്കാം. എത്ര വരും? 2 5 10, പിന്നെ 42 8 5 40, 25 5 5 25, 285. 285 ഇൻറ്റു 4 എന്ത് വരും? 8 5 സോറി 285 ഇൻറ്റു 4 5 4 20 ഇഷ്ടം 2 8 4 32 32 2 34 ഇഷ്ടം 3 4 8 8 3 11 11. ഇവിടെ ഒരു 0 വരും. 11,400 ആയിരിക്കും നമ്മുടെ ആൻസർ. ഓപ്ഷൻ സി ആണെന്ത് നമ്മുടെ 5ാമത്തെ ക്വസ്റ്റ്യന്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരാൻ പോകുന്നത്. 11,400 ഓപ്ഷൻ സി ആണെന്ത് 5th ക്വസ്റ്റ്യന്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, 13% ഒരു ഓർഗനൈസേഷനിൽ, 12% ഓർഫനേജിൽ, 14% ടോട്ടൽ 50% ചെലവായി. ബാക്കി 45% ആണ് ഡിപ്പോസിറ്റ് ചെയ്യുന്നത്. അതിന്റെ വാല്യൂ ആണ് 42,750. അങ്ങനെയാണെങ്കിൽ ഓർഫനേജ് കൊടുക്കുന്ന എമൗണ്ട് വേണം. അത് എന്താ ശതമാനം? 12% വാല്യൂ കാണാം. എന്തൊരും 11,400 വരും. ഓപ്ഷൻ സി ആണെന്ത് ഈ ഒരു 5ാമത്തെ ക്വസ്റ്റ്യന്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരാൻ പോകുന്നത്. ക്ലിയർ ആണല്ലോ? സെറ്റ് ആണല്ലോ? യെസ്. അടുത്ത ക്വസ്റ്റിലോട്ട് പോവാം. 6ാമത്തെ ക്വസ്റ്റിലോട്ട് പോവാം. ഓക്കെ, അപ്പോ 6ാമത്തെ ചോദ്യം നോക്കാം. എ പേഴ്സൺ ട്രാവൽ ഫ്രം ഹോസ്റ്റൽ ടു കോളേജ് വിത്ത് എ സ്പീഡ് ഓഫ് 15 km/h ഫ്രം ബൈസൈക്കിൾ ആൻഡ് റീച്ചസ് 4.5 minute delay
ഇഫ് ഹി runs a bike with a speed of 20 km/h, then reaches 4.5 minutes early. Describe the distance between hostel and college. രണ്ട് രീതി ക്വസ്റ്റ്യൻ ചെയ്യാം. ഒരു എന്താണ്, ഒരു ഇക്വേഷൻ ആണ്. ഇക്വേഷൻ നിങ്ങൾക്ക് അറിയായിരിക്കും, പഠിച്ച ആൾക്കൊക്കെ അറിയാം. ഇക്വേഷൻ ഇതാണ്. ഡിസ്റ്റൻസ്, ഇവിടുത്തെ ഡിസ്റ്റൻസ് is equal to S1 S2 divided by modulus of S1 minus S2 into delta t. ഇതാണ് ഇക്വേഷൻ. S1 S2 divided by modulus of S1 minus S2 into delta t. ഡെൽറ്റ ടി ടൈം ഡിഫറൻസ് ആണ്. അഥവാ ആദ്യത്തെ ദിവസം 4.5 മിനിറ്റ് ഡിലേ ആണ്, ലേറ്റ് ആണ്. രണ്ടാമത്തെ ദിവസം 4.5 മിനിറ്റ് ഏർലി ആണ്. അപ്പൊ അവരുടെ തമ്മിൽ ടൈം ഡിഫറൻസ് എത്രയാണ്? 10 മിനിറ്റ് ആണ്, 9 മിനിറ്റ് ആണ്. അഥവാ ഞാനൊരു എക്സാമ്പിൾ പറയാം. ഒരു സ്ഥലത്തേക്ക് 10 മണിക്ക് എത്തണം, 10 AM ആയിക്കോട്ടെ എത്തണം. ഒരാൾ ആദ്യത്തെ ദിവസം എത്തിയത് 9:50 AM-നാണ്, 9:50 AM-നാണ്. അഥവാ 10 മിനിറ്റ് എന്താണ്, 10 മിനിറ്റ് ഇവിടെ ഡിലേ ആണ്, 10 മിനിറ്റ് ഡിലേ ആണ്, അല്ലെങ്കിൽ ലേറ്റ് ആണ്. രണ്ടാമത്തെ ദിവസം അയാൾ എത്തിയത്, സ്പീഡ് കൂട്ടിയ അയാൾ എത്തിയത് 10:10-നാണ്, 10:10 AM-ന്. പക്ഷെ 10 മണിക്ക് എത്തിയാൽ മതി, അയാൾ 10:10 എത്തിയെന്ന് പറയുമ്പോൾ എന്താണ്, ഇവിടെ 10 മിനിറ്റ് ഏർലി ആണ്. നേരത്തെ ഡിലേ ആണെങ്കിൽ ഇവിടെ എന്താണ്, 10 മിനിറ്റ് ഏർലി ആണ്, നേരത്തെയാണ്. ഓക്കെ, അപ്പൊ ഇവിടുത്തെ ടൈം ഡിഫറൻസ് എന്താണ് വരിക? 9:50-ഉം 10:10 തമ്മിൽ ഡിഫറൻസ് എത്രയാ? 20 മിനിറ്റ് അല്ലെ. 9:50-ക്ക് ഒരു 10 കൂട്ടിയാൽ 10 മണി, പിന്നെ ഒരു 10 കൂടി കൂട്ടിയാൽ 10:10 വരുള്ളൂ അല്ലെ. 20 മിനിറ്റ് ആണ് എന്ത് വരിക? ടൈം ഡിഫറൻസ് വരിക, 20 മിനിറ്റ്. അപ്പോ ഒന്ന് ലേറ്റും ഒന്ന് ഏർലി ആണെങ്കിൽ ടൈം ഡിഫറൻസ് കാണാൻ രണ്ടും ആഡ് ചെയ്യാം. ഇവിടെ ആദ്യം 4.5 മിനിറ്റ് ലേറ്റ് ആണ്, അല്ലെങ്കിൽ ഡിലേ ആണ്. പിന്നെ 4.5 മിനിറ്റ് ഏർലി ആണ്. ഓക്കെ, അപ്പോ ടൈം ഡിഫറൻസ് കാണാൻ എന്ത് ചെയ്യാം? ഡെൽറ്റ ടി കാണാൻ ഇത് രണ്ടും ആഡ് ചെയ്യാം. നേരെ തിരിച്ച് ഒരാൾക്ക് 10 മണിക്ക് എത്തണം, 10 AM എത്തണം. ആദ്യത്തെ ദിവസം അയാള് 10:10-നെത്തി, 10:10-നെത്തി, അഥവാ 10:10 AM-നെത്തി, അഥവാ 10 മിനിറ്റ് ലേറ്റ് ആണ്. സോറി, ഇവിടെ ഒറ്റ മിനിറ്റ്, ഇത് ഡിലേ അല്ല, ഇത് ഏർലി. 9:50-നെത്തി എന്ന് പറയുമ്പോൾ എന്താണ്, നേരെ തിരിച്ചാട്ടോ, പറഞ്ഞൊന്നും വ്യത്യാസമില്ല. 9:50-നെത്തി എന്ന് പറയുമ്പോൾ ഇവിടെ ഡിലേ അല്ല, ഇവിടെ ഏർലി ആണ്, ഡിലേ അല്ല, ഏർലി ആണ്. ഓക്കെ, ഇനി 10:10-ന് എത്തിയെന്ന് പറയുമ്പോൾ എന്താണ്, അവിടെയാണ് ലേറ്റ് അല്ലെങ്കിൽ ഡിലേ എന്ന് പറയുന്നത് അല്ലെ. 10:10-ന് എത്തുമ്പോൾ അവിടെയാണ് ലേറ്റ് വരുന്നത്, 10 മിനിറ്റ് ലേറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ് ഡിലേ. ഇവിടെ ഈ ക്വസ്റ്റിലെ ഡിലേ എന്നാ പറഞ്ഞത്, ഇവിടെ ഡിലേഡാ. ചില ക്വസ്റ്റിലെ ലേറ്റ് എന്ന് പറയാറുണ്ട്. ഓക്കെ, അപ്പൊ ഒരു ഭാഗത്ത് ഏർലിയും ഒരു ഭാഗത്ത് ഡിലേ ആണെങ്കിൽ, ഒരു ഭാഗത്ത് ലേറ്റും ഒരു ഭാഗത്ത് ഏർലി ആണെങ്കിൽ ടൈം ഡിഫറൻസ് കാണാൻ രണ്ട് കൂട്ടിയാൽ മതി. ഇനി രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ 10:10-ന് എത്തിയ അയാൾ 10 മണിക്ക് എത്തേണ്ട സ്ഥാനത്ത് 10:10-ന് എത്തിയ ഒന്നാമത്തെ ദിവസം ഇപ്പൊ എന്താണ്, 10 മിനിറ്റ് ലേറ്റ് ആണ്. ഇനി അയാള് രണ്ടാമത്തെ ദിവസം 10:05-നെത്തി, അപ്പോഴും എന്താണ്, 5 മിനിറ്റ് ലേറ്റ് ആണ്. അപ്പൊ ഇവിടുത്തെ ടൈം ഡിഫറൻസ് എന്താ വരിക? ഇവിടുത്തെ ടൈം ഡിഫറൻസ് 10:10-ഉം 10:05 തമ്മിൽ ഡിഫറൻസ് വരിക അല്ലെ. 5 മിനിറ്റ് ആണ് ടൈം ഡിഫറൻസ് വരിക. എത്ര മിനിറ്റ് ആണ്? 5 മിനിറ്റ്. 5 മിനിറ്റ് ആണ് ടൈം ഡിഫറൻസ്, അഥവാ ഡെൽറ്റ ടി എന്നാ പറയാം. ഡെൽറ്റ ടി, ഇവിടെ ഡെൽറ്റ ടി എന്ന് ഉദ്ദേശിക്കുന്നത് ടൈം ഡിഫറൻസ് ആണ്. 5 മിനിറ്റ് ആണ് എന്താ ടൈം ഡിഫറൻസ് വരിക. അഥവാ രണ്ടും ലേറ്റ് ആണെങ്കിൽ ടൈം ഡിഫറൻസ് കാണാൻ മൈനസ് ചെയ്യാം. രണ്ടും ലേറ്റ് ആണെങ്കിൽ ടൈം ഡിഫറൻസ് കാണാൻ മൈനസ് ചെയ്യാണ് ചെയ്യുക. ഇനിയിപ്പോ വേറൊരു കേസ് ഇങ്ങനെയാണ്. 10 മണിക്ക് എത്തണം, 10 AM-ന് എത്തണം. ആദ്യത്തെ ദിവസം 9:50-നെത്തി, രണ്ടാം ദിവസം 9:55-നെത്തി. ഇവിടെ രണ്ട് കേസിൽ എന്താണ്, ഇവിടെ 10 മിനിറ്റ് ഏർലി ആണ്, 10 മിനിറ്റ് നേരത്തെ. ഇവിടെയോ, ഇവിടെ 5 മിനിറ്റ് ഏർലി ആണ്. ഇപ്പൊ ടൈം ഡിഫറൻസ് വരിക 9:50 ഡിഫറൻസ് എത്രയാ? 5 മിനിറ്റ്. ടൈം ഡിഫറൻസ് എന്താണ്? 5 മിനിറ്റ് ആണ് വരാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ അത് അത്ര മനസ്സിലാക്കിയാൽ മതി. ഒന്ന് ലേറ്റും ഒന്ന് ഏർലി ആണെങ്കിൽ, അല്ലെങ്കിൽ ഒന്ന് ഡിലേയും ഒന്ന് ഏർലി ആണെങ്കിൽ ടൈം ഡിഫറൻസ് കാണാൻ രണ്ടും ആഡ് ചെയ്യാണ് ചെയ്യാം. ഓക്കെ, ഒന്ന് ഡിലേയും ഒന്ന് ഏർലി ആണെങ്കിൽ ടൈം ഡിഫറൻസ് കാണാൻ രണ്ടും ആഡ് ചെയ്യാണ് ചെയ്യാം. ഓക്കെ, രണ്ടും ലേറ്റ് ആണെങ്കിൽ മൈനസ് ചെയ്യണം, രണ്ടും ഏർലി ആണെങ്കിലും എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. ഓക്കെ, അപ്പൊ ഇവിടെ എന്ത് വരും? S1-ഉം S2 എന്താണ്? സ്പീഡാണ്. അപ്പൊ ആദ്യത്തെ ദിവസം 15, രണ്ടാം ദിവസം 20,
S1 മൈനസ് S2 എന്ന് പറയുമ്പോൾ 15 മൈനസ് 20 ഇവിടെ നെഗറ്റീവ് വരില്ല. അതാ ശ്രദ്ധിക്കണം. അടുത്ത കാര്യം നെഗറ്റീവ് വരില്ല, പോസിറ്റീവേ വരുള്ളൂ. ശരിക്കും 15 മൈനസ് 20 എന്താ -5 ആണ്. പക്ഷെ മൈനസ് ഇല്ല, പ്ലസ് വരുള്ളൂ. +5 ഇൻറ്റു ഡെൽറ്റ ടി എന്താ ടൈം ഡിഫറൻസ്. ആദ്യം 4.5 മിനിറ്റ് ലേറ്റ്, രണ്ടാമത്തെ കേസിൽ 4.5 മിനിറ്റ് ഏർലി. അപ്പോൾ 9 മിനിറ്റ് ആണ് എന്ത്, അത് രണ്ടും ആഡ് ചെയ്യാം. 9 മിനിറ്റ് ആണ് ടൈം ഡിഫറൻസ് ഡെൽറ്റ ടി. ഈ 9 എന്തിനാ, മിനിറ്റിലാണ്. അതിനെ ഹവറിലോട്ട് കൺവേർട്ട് ചെയ്യണം. കാരണം എന്താ, ഇവിടെ ഈ 15, 20 ഒക്കെ എന്തിലാണ്, ഹവറിലാണ്. അപ്പൊ 9/60 ആണ് ചെയ്യേണ്ടത്. ഓക്കെ, ഇത് ചെയ്ത എന്തായി, നമുക്ക് ആൻസർ കിട്ടി. ക്ലിയർ അല്ലേ? ഈ 60ഉം 20ഉം ക്യാൻസൽ ആക്കാം. 3 20 അല്ല 60. ഈ 3 9 ക്യാൻസൽ ആക്കാം. 3 3 അല്ല 9. ഈ 15ഉം 5 ക്യാൻസൽ ആക്കാം. 3 5 15. 3 × 3 എന്ത് വരും, 9 വരും. 9 കിലോമീറ്റർ ആണ് എന്ത് നമ്മുടെ ഡിസ്റ്റൻസ് വരിക അല്ലെ. ഡിസ്ക്രൈബ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഹോസ്റ്റൽ ആൻഡ് കോളേജ്. ഹോസ്റ്റലും കോളേജും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്താണ്, അത് 9 കിലോമീറ്റർ ആണ്. ഓക്കെ, അപ്പോ ഏതാണ് ഇക്വേഷൻ? ഈ ഇക്വേഷൻ അങ്ങ് ഓർത്ത് വെക്കുക. ഡിസ്റ്റൻസ് is equal to S1 S2 divided by modulus of S1 minus S2 into delta t എന്നുള്ള ഇക്വേഷൻ യൂസ് ചെയ്ത് ചെയ്യാം. 15 × 20 divided by 5 × delta t എന്താണ്, ആദ്യം 4.5 മിനിറ്റ് ഡിലേ, പിന്നെ 4.5 മിനിറ്റ് ഏർലി എന്ന് പറയുമ്പോൾ ടോട്ടൽ 9 മിനിറ്റ്. ഓക്കെ, അപ്പൊ 9/60. അപ്പോ ഡിസ്റ്റൻസ് എന്ത് വരും, 9 കിലോമീറ്റർ ആണ് എന്ത് ഈ ഒരു 6ാമത്തെ ക്വസ്റ്റ്യന്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരാൻ പോകുന്നത്. ഓക്കെ ആണല്ലോ, സെറ്റ് ആണല്ലോ? യെസ്. ഇനി ഞാൻ പറഞ്ഞു വേറൊരു മെത്തേഡ് കൂടിയുണ്ട്. ഇത് ഫസ്റ്റ് മെത്തേഡാണ്. ഇനി രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറഞ്ഞാൽ അതും നല്ല രീതിയിൽ യൂസ് ചെയ്യാറുണ്ട്. അത് നമ്മൾ വേറെ പല ക്വസ്റ്റ്യൻസിൽ യൂസ് ചെയ്യുന്ന മെത്തേഡാണ്. അഥവാ റേഷ്യോ ഉപയോഗിച്ച്. റേഷ്യോ ഇപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം, സ്പീഡ് is equal to ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ ടൈം അല്ലേ. ഈ ഡിസ്റ്റൻസ് കോൺസ്റ്റന്റ് ആവുന്ന ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻസ് ഒരുപാട് വരാറുണ്ട്. ഡിസ്റ്റൻസ് കോൺസ്റ്റന്റ് ആണെങ്കിൽ സ്പീഡും ടൈമും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാ. ഡിസ്റ്റൻസ് കോൺസ്റ്റന്റ് ആണെങ്കിൽ സ്പീഡും ടൈമും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാ. അഥവാ ഡിസ്റ്റൻസ് കോൺസ്റ്റന്റ് ആണെങ്കിൽ സ്പീഡിന്റെ റേഷ്യോ A/B ആണെങ്കിൽ ടൈമിന്റെ റേഷ്യോ B/A വരും. 2 ഉണ്ടാവുന്ന കേസിൽ. 3 ഉണ്ടാവുന്ന കേസിലാണെങ്കിൽ മാറും. സ്പീഡിന്റെ റേഷ്യോ A/B/C ആണെങ്കിൽ ടൈമിന്റെ റേഷ്യോ ഇങ്ങനെ എഴുതാ 1/A/1/B/1/C. ഇത് ശരിക്കും 1/A/1/B തന്നെയാണ്. പക്ഷെ അത് ഇങ്ങനെ ക്രോസ് ചെയ്യുമ്പോൾ ഇത് ശരിക്കും ഇങ്ങനെ വരാം 1/A/1/B. ഇതിങ്ങനെ ക്രോസ് ചെയ്തിട്ട് B/A എന്ന് എഴുതുന്നതാണ്. ഓക്കെ, അപ്പൊ ഡിസ്റ്റൻസ് കോൺസ്റ്റന്റ് ആണെങ്കിൽ സ്പീഡിന്റെ റേഷ്യോ A/B ആണെങ്കിൽ ടൈമിന്റെ റേഷ്യോ B/A ആണ്. അങ്ങനെ തിരിച്ചും പറയാം. ഡിസ്റ്റൻസ് കോൺസ്റ്റന്റ് ആവുന്ന കേസിൽ ടൈമിന്റെ റേഷ്യോ A/B ആണെങ്കിൽ സ്പീഡിന്റെ റേഷ്യോ എന്ത് വരും, B/A വരും. ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്, ബേസിക് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. പക്ഷെ ഇത് ഈ ഒരു ക്വസ്റ്റ്യൻ എന്നൊക്കെ പറയുന്നത് ഒരു ബേസിക് അല്ല, കുറച്ചും കൂടി ഒരു നല്ലൊരു ചോദ്യമാണ്. ഓക്കെ, നമ്മൾ ഒരു SSC പോയിന്റ് ഓഫ് വ്യൂക്കെ നല്ല രീതിയിൽ കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ ഇക്വേഷനും യൂസ് ചെയ്യാം. ഈ ക്വസ്റ്റ്യനൊക്കെ പല ആൾക്കാരും കൂടുതൽ ഇക്വേഷനെ യൂസ് ചെയ്യാറുള്ളത്, അല്ലെങ്കിൽ ഞാൻ ഇപ്പൊ പറയുന്ന ഈ ഒരു മെത്തഡ് യൂസ് ചെയ്യാം. ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് ബേസിക് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. RRB ഒക്കെ ഇഷ്ടം പോലെ ചോദിക്കാറുണ്ട്. ക്ലിയർ അല്ലേ? അപ്പോ നോക്കാം നമുക്ക്. ഇവിടെ സ്പീഡിന്റെ റേഷ്യോ നമുക്ക് കാണേണ്ടത് അല്ലെ. ആദ്യത്തെ ദിവസത്തെ സ്പീഡ് എന്താണ്, 15. രണ്ടാമത്തെ ദിവസത്തെ സ്പീഡ് 20. 15/20 അല്ലേ സ്പീഡിന്റെ റേഷ്യോ. 15/20 ആണ് എന്ത് സ്പീഡിന്റെ റേഷ്യോ. അത് നമുക്ക് ചെറുതാക്കാം. 15 എത്ര 5 ആണ്, 3. 20 4. അപ്പൊ 3/4 ആണ് സ്പീഡിന്റെ റേഷ്യോ. ഡിസ്റ്റൻസ് കോൺസ്റ്റന്റ് ആണ്. കാരണം എന്താ, ഹോസ്റ്റലിൽ നിന്ന് കോളേജിലോട്ട് പോകുന്നു ആദ്യത്തെ ദിവസം. രണ്ടാമത്തെ ദിവസം എന്താണ്, ഹോസ്റ്റലിൽ നിന്ന് കോളേജിലോട്ട് പോകുന്നു. അപ്പൊ എന്ത് കോൺസ്റ്റന്റാ, ആ ഒരു ഡിസ്റ്റൻസ് കോൺസ്റ്റന്റ് അല്ലെ. ഹോസ്റ്റലിൽ നിന്ന് കോളേജിലോട്ട് പോകുന്നു എന്ന് പറയുന്ന എന്ത് കോൺസ്റ്റന്റ് ആണ്, ആ ഒരു ഡിസ്റ്റൻസ് ഇവിടെ കോൺസ്റ്റന്റ് ആണ്. അപ്പൊ ഡിസ്റ്റൻസ് കോൺസ്റ്റന്റ് ആയതുകൊണ്ട് സ്പീഡിന്റെ റേഷ്യോ 3:4 വന്നാൽ ടൈമിന്റെ റേഷ്യോ എന്താ വരിക, 4:3 ആണ് വരിക. ഇവിടെ നമുക്ക് എന്താ അറിയാം, ആദ്യത്തെ ദിവസം 4.5 മിനിറ്റ് ഡിലേ, രണ്ടാമത്തെ ദിവസം 4.5 മിനിറ്റ് ഏർലി. അപ്പൊ ടൈം ഡിഫറൻസ് എന്താ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ടൈമിംഗ് ഡിഫറൻസ് അല്ലെ. ഒന്നാമത്തെ ദിവസം 4 യൂണിറ്റ് കൊണ്ട് എത്തുന്നുണ്ട്, രണ്ടാമത്തെ ദിവസം 3 യൂണിറ്റ് കൊണ്ട് എത്തുന്നത് അല്ലെ. അപ്പൊ എന്താ, അപ്പൊ 1 യൂണിറ്റ് ആണ് ഇവിടെ ടൈം ഡിഫറൻസ് അല്ലെ. 1 യൂണിറ്റ് ആണ് രണ്ടാമത്തെ ദിവസം, 1 യൂണിറ്റ് കുറവ് മതി അല്ലെ. അപ്പൊ 1 യൂണിറ്റ്, ആ 1 യൂണിറ്റിന്റെ വാല്യൂ ആണ് എന്ത്, 9 മിനിറ്റ് അല്ലെ. 1 യൂണിറ്റിന്റെ വാല്യൂ ആണ് 9 മിനിറ്റ്. ക്ലിയർ അല്ലെ? ടൈം ഡിഫറൻസ് എന്താ വരിക, 1 യൂണിറ്റ്. ഒന്നാമത്തെ ദിവസം 4 യൂണിറ്റ് സമയം, രണ്ടാമത്തെ ദിവസം 3 യൂണിറ്റ് സമയം. ടൈം ഡിഫറൻസ് 1 യൂണിറ്റ്. ടൈം ഡിഫറൻസ് എത്രയാ, 4.5 മിനിറ്റ് ഡിലേ,
4.5 മിനിറ്റ് ഏർലി എന്ന് പറയുമ്പോൾ ഒന്ന് ഡിലേയും ഏർലി ആകുമ്പോൾ ടൈം ഡിഫറൻസ് രണ്ടും ആഡ് ചെയ്യുക 9 മിനിറ്റ് ആണ്. ക്ലിയർ അല്ലേ? അപ്പോ ഒരു യൂണിറ്റ് 9 മിനിറ്റ് എന്ന് കിട്ടി. അപ്പൊ 4 യൂണിറ്റ് എന്താ വരിക? 4 × 9 36 മിനിറ്റ്. 36 മിനിറ്റ്. അപ്പൊ നമുക്ക് എന്ത് കാണാം? ഡിസ്റ്റൻസ് അല്ലേ കാണേണ്ടത്. ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു സ്പീഡ് ടു ടൈം ആണ്. ഇവിടെ എന്ത് കൊടുക്കാം? ഈ 36 മിനിറ്റ് കൊണ്ട് എത്തുമ്പോൾ സ്പീഡ് എന്താ? 15. 15 ഇൻറ്റു ടൈം 36 മിനിറ്റ്. 36 മിനിറ്റിനെ ഹവറിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ 36/60. മിനിറ്റിനെ ഹവറിലോട്ട് കൺവേർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇവിടെ ഈ എന്താ പറയാ 15ഉം 60ഉം ക്യാൻസൽ ആക്കാം. 4 15 അല്ല 60. 36/4 എന്ത് വരും? 9. 9 കിലോമീറ്റർ ആയിരിക്കും നമ്മുടെ ആൻസർ. നേരത്തെ കിട്ടിയ സെയിം ആൻസർ തന്നെയാണ്. ഓക്കെ, നീ അല്ലെങ്കിൽ ഇവിടെ വെച്ച് ചെയ്യാം. ഇവിടെ 4 യൂണിറ്റ് 36, അവിടെ 3 യൂണിറ്റ് 3 × 9 27. ഇങ്ങനെയും ചെയ്യാം. 3 × 9 27 ഇങ്ങനെയും ചെയ്യാം. അപ്പൊ ഡിസ്റ്റൻസ് എന്ത് വരും? ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു സ്പീഡ് ടൈം. 27 എടുക്കുമ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്പീഡ് എന്താണ്? രണ്ടാമത്തെ ദിവസത്തെ സ്പീഡ്. അതെന്ത് വരും? രണ്ടാമത്തെ ദിവസമാണ് 27 മിനിറ്റ് കൊണ്ട് എത്തുക അല്ല. അപ്പൊ രണ്ടാമത്തെ ദിവസത്തെ സ്പീഡ് എന്താ? 20 കിലോമീറ്റർ പെർ ഹവർ ഇൻറ്റു 27 മിനിറ്റിനെ ഹവറിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ 27/60. ഇവിടെ ഈ 20ഉം 60ഉം ക്യാൻസൽ ആക്കാം. 3 27/3 എന്താ? 9. 9 3 27. അപ്പൊ 9 കിലോമീറ്റർ ആണ് വരിക. ഓക്കെ, അപ്പൊ അങ്ങനെയും ചെയ്യാം. ഇതാണെന്ത് ഞാൻ പറഞ്ഞ രണ്ടാമത്തെ മെത്തേഡ്. ഈ രണ്ട് രീതിയിലും ഈ ക്വസ്റ്റ്യൻ ചെയ്യാം. ഇവിടെ ഞാൻ രണ്ടാമത്തെ മെത്തേഡ് ചെയ്തത് സ്പീഡിന്റെ റേഷ്യോ 15:20 ആണെങ്കിൽ ടൈമിന്റെ റേഷ്യോ നേരെ തിരിയും 20:15. അല്ലെങ്കിൽ സ്പീഡിന്റെ റേഷ്യോ 3:4 ആണെങ്കിൽ ടൈമിന്റെ റേഷ്യോ 4:3 വരും. ഓക്കെ, അപ്പൊ ടൈം ഡിഫറൻസ് 1 യൂണിറ്റ്, അതിന്റെ വാല്യൂ 9 മിനിറ്റ് ആണ്. അപ്പൊ 4 യൂണിറ്റ് 36. അവ ഡിസ്റ്റൻസ് ഈക്വൽ ടു സ്പീഡ് ടൈം അല്ലെ. 15 × 36 മിനിറ്റ്. 36 മിനിറ്റിനെ ഹവറിലോട്ട് കൺവേർട്ട് ചെയ്യുക. 15 × 36/60 തരും 9 കിലോമീറ്റർ. അല്ലെങ്കിൽ ഇവിടെ 3 യൂണിറ്റ് 27 അല്ലെ. 20 × 27/60. അപ്പോഴും എന്ത് കിട്ടും? 9 കിലോമീറ്റർ ആണ് എന്ത് വരുന്നത്? ഈ ഒരു 6ാമത്തെ ക്വസ്റ്റ്യന്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരാൻ പോകുന്നത്. ക്ലിയർ ആണല്ലോ? സെറ്റ് ആണല്ലോ? യെസ്. ഓക്കെ, അപ്പൊ 6 ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു. അടുത്തൊരു ക്വസ്റ്റ്യനിലോട്ട് പോവാൻ നമുക്ക് ഈ 7ാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഓക്കെ, 7ാമത്തെ ചോദ്യം എന്താണ്? ശ്രദ്ധിക്കുക. ഇത് എന്താ? റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷന്റെ ക്വസ്റ്റ്യൻ ആണ്. കോയിൻസിന്റെ ക്വസ്റ്റ്യൻ ആണ്. In a box of 3 different type of old coins are in the ratio 3:5:7. The value of old coins are 1, 5 and 10 rupees respectively. If the total price of the coin kept in the box is 686, then tell the number of old coins of 10 rupees. Okay, ഒരു ബോക്സില് 1 രൂപ നാണയങ്ങളുണ്ട്. RS 1 രൂപ നാണയങ്ങളുണ്ട്, 5 രൂപ നാണയങ്ങളുണ്ട്, പിന്നെ 10 രൂപ നാണയങ്ങളുണ്ട്. അതിന്റെ നമ്പറിന്റെ റേഷ്യോ ആണ് എന്ത് വരുന്നത്? നമ്പറിന്റെ റേഷ്യോ ആണ് 3:5:7 എന്ന് വന്നത് അല്ലെ. ഒരു ബോക്സില് 1 രൂപ നാണയങ്ങളുണ്ട്, 5 രൂപ നാണയങ്ങളുണ്ട്, 10 രൂപ നാണയങ്ങളുണ്ട്. അതിന്റെ നമ്പറിന്റെ റേഷ്യോ ആണ് 3:5:7. ഓക്കെ, അപ്പൊ ടോട്ടൽ വാല്യൂവിന്റെ റേഷ്യോ എന്താ വരിക? വാല്യൂവിന്റെ റേഷ്യോ, ടോട്ടൽ വാല്യൂവിന്റെ റേഷ്യോ 1 രൂപ 3 എണ്ണം എത്ര വരും? 3 രൂപ. 5 രൂപ 5 എണ്ണം എത്ര വരും? 25 രൂപ. 10 രൂപ 7 എണ്ണം എത്ര വരും? 70 രൂപ. ഈ 3:25:70 ആണെന്ത്? നമ്പറിന്റെ റേഷ്യോ, സോറി വാല്യൂവിന്റെ റേഷ്യോ, ടോട്ടൽ വാല്യൂവിന്റെ റേഷ്യോ. ഇനി ആ ബോക്സ് കിടക്കുന്ന ടോട്ടൽ വാല്യൂ എത്രയാ? 686. ഇത് റേഷ്യോ ആണ്, ഇത് വാല്യൂവിന്റെ റേഷ്യോ ആണ്, ആക്ച്വൽ വാല്യൂ അല്ല. അഥവാ 70 + 25 95, 95 + 3 98. 98 യൂണിറ്റ് ആണ് എന്ത്? ടോട്ടൽ വാല്യൂ. അത്രയും റേഷ്യോ ആണ്. ഓക്കെ, ഇതെന്താണ്? വാല്യൂവിന്റെ റേഷ്യോ ആണ്. 98 യൂണിറ്റ്, അതിന്റെ വാല്യൂ ആണ് എന്ത് വരുന്നത്? 686 വരുന്നത്. ക്ലിയർ അല്ലേ? സെറ്റ് അല്ലേ? യെസ്. 98 യൂണിറ്റ് 686 ആണെങ്കിൽ ഒരു യൂണിറ്റ് എന്താ വരുന്നത്? 98 × 7 അല്ല 686. 8 56 ഇഷ്ടം 5 9 63 63 5 68 അല്ലെ. 98 × 7 ആണ് 686. ഓക്കെ, നമുക്കത് ചോദ്യം ടെൽ ദ നമ്പർ ഓഫ് ഓൾഡ് കോയിൻസ് ഓഫ് 10 rupees. 10 rupees എത്ര കോയിൻസ് ഉണ്ട് എന്നുള്ള. അപ്പൊ 10 rupees ഇവിടെ എത്ര യൂണിറ്റ് ഉണ്ട്? 70 യൂണിറ്റ്. 70 യൂണിറ്റ്. 98 യൂണിറ്റ് 686 ആണെങ്കിൽ 70 യൂണിറ്റ് എന്താണ്? 70 × 7 490. അപ്പൊ 490 രൂപ ആണ് എന്തുള്ളത്? 10 rupees ഉള്ളത്. അഥവാ 10 രൂപകൾ കൂട്ടി വെച്ചാൽ ടോട്ടൽ 490 രൂപ ഉണ്ടാവും അല്ലെ. പക്ഷെ നമുക്ക് വേണ്ടത് നമ്പർ ആണ്. എത്ര എണ്ണം 10 രൂപകളുണ്ട്? ശ്രദ്ധിക്കുക, 10 രൂപകൾ കൂട്ടി വെച്ചാൽ ടോട്ടൽ 490 രൂപ ഉണ്ട് എങ്കിൽ അവിടെ എത്ര എണ്ണം 10 രൂപകളുണ്ട്? 490/10 അല്ലേ. അഥവാ എന്താണ്? 49 എണ്ണം 10 രൂപകളാണ് ഉള്ളത് അല്ലെ.
10 രൂപകൾ കൂട്ടിവെച്ച് ടോട്ടൽ 490 രൂപ ഉണ്ട് എങ്കിൽ അവിടെ 49 എണ്ണം 10 രൂപകളാണുള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ആൻസർ എന്താണ്? ഓപ്ഷൻ ഡി 49 ആണ് എന്ത് വരുന്നത്? ഈ ഒരു 7ാമത്തെ ക്വസ്റ്റ്യന്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ ഒരിക്കൽ കൂടി പറയാം എന്തൊക്കെയുണ്ട് മക്കളെ. ഒരു ബോക്സില് 1 രൂപയുണ്ട്, 1 രൂപയുണ്ട്, 5 രൂപയുണ്ട്, 10 രൂപയുണ്ട്. അവരുടെ നമ്പറിന്റെ റേഷ്യോ ആണ് 3:5:7. ഇവിടെ ഈസ്റ്റ് ഉണ്ട് കേട്ടോ. 3:5:7 എന്താണ്? നമ്പറിന്റെ റേഷ്യോ ആണ്. ഓക്കെ, അപ്പൊ 1 രൂപകൾ 3 വെച്ചാൽ ടോട്ടൽ 3 വാല്യൂ വരും. 5 രൂപകൾ 5 വെച്ചാൽ ടോട്ടൽ 25 വാല്യൂ വരും. 10 രൂപകൾ 7 വെച്ചാൽ ടോട്ടൽ 70 വാല്യൂ വരും. അപ്പൊ ഇതായിരിക്കും വാല്യൂവിന്റെ റേഷ്യോ. ടോട്ടൽ വാല്യൂ 686 ആണ്. വാല്യൂവിന്റെ റേഷ്യോ ആണ് എന്ത്? 3:25:70. അപ്പൊ ടോട്ടൽ എത്ര യൂണിറ്റാ? 98 യൂണിറ്റ്. അതിന്റെ വാല്യൂ ആണ് 686. അപ്പോ നമുക്ക് വേണ്ടത് എന്താണ്? 10 രൂപ എത്ര 10 രൂപ കോയിൻസ് ഉണ്ട് എന്നുള്ളതാണ് അല്ലെ. ടോട്ടൽ 70 യൂണിറ്റാണ് 10 രൂപ ഉള്ളത്. അഥവാ 70 × 7 490 റുപ്പീസ്. ഇത്രയും റുപ്പീസ് ആണ് 10 രൂപ ഉള്ളത്. അപ്പൊ 490 രൂപ കിട്ടണമെന്നുണ്ടെങ്കിൽ എത്ര 10 രൂപകൾ വേണം? 49 10 രൂപ വേണം. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ഡി ആണെന്ത് നമ്മുടെ ഈ ക്വസ്റ്റിന്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരാൻ പോകുന്നത്. ക്ലിയർ ആണല്ലോ? സെറ്റ് ആണല്ലോ? യെസ്. അടുത്ത ക്വസ്റ്റിലോട്ട് പോവാം. 8ാമത്തെ ചോദ്യം. An amount of Rs 7,600 is invested on an ordinary interest at an annual rate of ordinary interest എന്ന് പറഞ്ഞാൽ സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. At an annual rate of 8%. After 5 years, the amount was withdrawn and half of the total amount invested in the stock market. The remaining amount is simple ആണ്. നമ്മൾ സിമ്പിൾ ഇൻട്രസ്റ്റ് പറഞ്ഞ കാര്യമാണ്. പ്രിൻസിപ്പൾ എപ്പോഴും 100% ആയിരിക്കും. ഇവിടെ ഇൻട്രസ്റ്റ് എത്രയാ? 8%. അത് 1 വർഷത്തേക്കാണ്. അങ്ങനെ 5 വർഷത്തേക്ക് ഇൻട്രസ്റ്റ് എന്താ വരിക? 8 × 5 40% ആയിരിക്കും അല്ലെ. ഇൻട്രസ്റ്റ് എത്ര ശതമാനമാണ്? 8%. അങ്ങനെ 5 വർഷത്തേക്കുള്ള ഇൻട്രസ്റ്റ് എത്ര ശതമാനമായിരിക്കും? 40% ആയിരിക്കും. ഇവിടുത്തെ സിമ്പിൾ ഇൻട്രസ്റ്റ് എത്രയാ? 40% ആയിരിക്കും അല്ലെ. അപ്പൊ 40% ഇൻട്രസ്റ്റ് കിട്ടിയിട്ട് 5 വർഷം കഴിഞ്ഞാൽ എമൗണ്ട് എന്തായിരിക്കും? 100 + 40 140% ആയിരിക്കും. ഓക്കെ, ഇവിടെ an amount of Rs 7,600 എന്ന് പറയുമ്പോൾ എന്താ? പ്രിൻസിപ്പിൾ ആണ് അല്ലെ. ഒരു 7,600 രൂപയാണ് ഇൻവെസ്റ്റ് ചെയ്തത്. അപ്പൊ പ്രിൻസിപ്പിളിന്റെ വാല്യൂ ആണ് 7,600 രൂപ. അഥവാ 100% ആണ് എന്ത് വരുന്നത്? 7,600 വരുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആഫ്റ്റർ 5 years the amount withdrawn അല്ല 5 വർഷങ്ങൾക്ക് ശേഷം ആ എമൗണ്ട് വിഡ്രോ ചെയ്തു. അപ്പൊ 5 വർഷങ്ങൾക്ക് ശേഷം എത്ര രൂപ കിട്ടും? 40% ഇൻട്രസ്റ്റ് ഉണ്ട്. എമൗണ്ട് ആയിട്ട് 140% കിട്ടും അല്ലെ. 5 വർഷങ്ങൾക്ക് ശേഷം എമൗണ്ട് ആയിട്ട് എത്ര കിട്ടും? 140% കിട്ടും അല്ലെ. അപ്പൊ എന്താ വരിക? 100% വാല്യൂ 7,600 ആണെങ്കിൽ 140% എന്താണ്? 100 × 76 അല്ലെ 7,400. 140 × 76 ചെയ്യാം. എന്ത് വരും? ജസ്റ്റ് 76 × 14 ചെയ്ത് നോക്കൂ. 6,424 ഇഷ്ടം 2 28 28 2 28 6 34 34 2 36 ഇഷ്ടം 3 ഒരു 7 7 7 3 10. ഓക്കെ, അപ്പൊ എന്തുവരും? ഇവിടെ ഒരു 0 വരും. 10,640. ഓക്കെ, അപ്പോ 5 വർഷം കഴിഞ്ഞാൽ കിട്ടുന്ന എമൗണ്ട് ആണ് എന്ത്? 10,640. പക്ഷെ ക്വസ്റ്റ്യൻ അതല്ല. ഇതിലൊരു ഹാഫ് എമൗണ്ട് എന്തായി? ഒരു സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തു. അപ്പോ 10,640ന്റെ ഹാഫ് എന്ത് വരും? 5,320 അല്ലെ. ഇതൊരു സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തു. ഇനി ബാക്കി എത്ര ഉണ്ടാവുള്ളൂ? 5,320 രൂപ ഉണ്ടാവുള്ളൂ. അപ്പൊ ബാക്കിയുള്ള എമൗണ്ട് ചോദിച്ചത് അല്ലെ. ഹാഫ് ഓഫ് ദി എമൗണ്ട് ഓഫ് ദി ടോട്ടൽ എമൗണ്ട് ഇൻവെസ്റ്റ് ഇൻ സ്റ്റോക്ക് മാർക്കറ്റ് അല്ലെ. ഹാഫ് ഓഫ് ദി എമൗണ്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ റിമൈനിങ് എമൗണ്ട് എത്രയാണെന്നുള്ള എത്രയാ? 5,320 ആണ്. ക്ലിയർ ആണല്ലോ? സെറ്റ് ആണല്ലോ? യെസ്. അപ്പൊ 8ാമത്തെ ക്വസ്റ്റിന് കറക്റ്റ് ആൻസർ എന്താണ്? 5,320 ആണ്. ഓക്കെ, ഞാൻ ഒരിക്കൽ കൂടി പറയാം. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ പ്രിൻസിപ്പിൾ എപ്പോഴും 100% ആയിരിക്കും. ഇനിയിപ്പോ എന്താ പറയാ, സക്സീവ് പെർസെന്റേജ് ഉപയോഗിച്ച് നമ്മൾ കോമ്പൗണ്ടേഴ്സിന്റെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഇങ്ങനെ തന്നെ ചെയ്യാം അല്ലെ. ഇങ്ങനെ തന്നെ ചെയ്യാം. ഓക്കെ, ഇവിടെ 8% 1 വർഷത്തേക്കുള്ള ഇൻട്രസ്റ്റ്. അങ്ങനത്തെ 5% വരുമ്പോൾ എത്ര വരും? 40%. അപ്പൊ സിമ്പിൾ ഇൻട്രസ്റ്റ് 40% ആയിരിക്കും. എമൗണ്ട് 100% പ്രിൻസിപ്പിൾ, 40% ഇൻട്രസ്റ്റ്, 140% ആയിരിക്കും എമൗണ്ട്. ഇവിടെ 100% വാല്യൂ ആണ് അല്ലെ. ആൻഡ് എമൗണ്ട് ഓഫ് 7,600 എന്ന് പറയുമ്പോൾ ഈ എമൗണ്ട് ഡിഫറൻസ് ഉണ്ട് കേട്ടോ. ഇതെന്താ? നമുക്ക് കാണും എമൗണ്ട് എന്താണെന്നുള്ളത് ആ വായിക്കുമ്പോൾ കിട്ടുന്നതല്ല.
അങ്ങനെയല്ല നോക്കേണ്ടത്. നിങ്ങൾക്ക് കാണാൻ മനസ്സിലാവും എമൗണ്ട് ഓഫ് 7,600 എന്ന് പറയുമ്പോൾ എന്താ, ഡിപ്പോസിറ്റ് ചെയ്ത എമൗണ്ടാ അല്ല, ഇട്ട എമൗണ്ടാ, ബാങ്കിൽ ഇട്ട എമൗണ്ടാ അല്ലെ, ബാങ്കിൽ ഇട്ട എമൗണ്ട് എന്താ, പ്രിൻസിപ്പൽ ആണ്. ഓക്കെ, പിന്നെ അവസാനം കിട്ടുന്നതാണ് നമ്മൾ ഇവിടെ എമൗണ്ട് ആയിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. നിങ്ങൾ അത് മാറിപ്പോകരുത്. അത് അതിനെ കുറിച്ച് നല്ല ക്ലിയർ ഐഡിയ ഉള്ള ആൾക്കാർക്ക് ഒരിക്കലും മാറില്ല. ഓക്കെ, ഇപ്പോൾ ചിലപ്പോൾ തുടക്കക്കാർക്ക് മാറിയേക്കാം, അതുകൊണ്ട് പറഞ്ഞത്. അപ്പൊ ഇവിടുത്തെ പ്രിൻസിപ്പൽ ആണ് എന്ത്, 7,600. നമുക്ക് കിട്ടുന്ന എമൗണ്ട് എത്രയാ, 40% ഇൻട്രസ്റ്റ് കൂട്ടിയിട്ട് 140% എത്ര കിട്ടും, 10,640. അതിന് പകുതി ഒരു എന്താ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. ബാക്കി പകുതി എത്ര ഉണ്ടാവും, ബാക്കി പകുതി എത്രയാണെന്ന ചോദ്യം. അത്രയായിരിക്കും 5,320 അല്ലെ. ഒരു പകുതി 5,320 ആണ്, ബാക്കി പകുതി എത്രയാ, 7,320. ഓപ്ഷൻ ഡി ആണെന്ത് ഈ ഒരു 8ാമത്തെ ക്വസ്റ്റ്യന്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരാൻ പോകുന്നത്. ക്ലിയർ ആണല്ലോ, സെറ്റ് ആണല്ലോ, യെസ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. 9ാമത്തെ ചോദ്യം എന്താണ്? 9ാമത്തെ ചോദ്യം, when a number is divided by 119 അല്ലെ 190, the remainder remains 10. When the same number is divided by 70, what will be the remainder? Okay, ഇത് സിമ്പിൾ ആണ്. ഒരു നമ്പർ 119 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ എത്രയാണ്? അത് 17 ആണ്. സോറി, when a number is divided by 119, the remainder remains 10 ആണ്. 10 ആണ് റിമൈൻഡർ. ഇതിന്റെ കോഷ്യന്റ് അല്ലെങ്കിൽ ഹരണഫലം എക്സ് ആണെങ്കിൽ ആ നമ്പർ എന്തായിരിക്കും? അത് നിങ്ങൾക്ക് അറിയില്ലോ. ഇപ്പൊ നമ്മളൊരു ഡിവൈഡ് ചെയ്യുമ്പോൾ ഇവിടുത്തെ വാല്യൂ എന്താ വരിക? ഇവിടെ എന്താ, മുകളിൽ കോഷ്യന്റ് ഹരണഫലം എന്ന് പറയും, കോഷ്യന്റ്. താഴെ റിമൈൻഡർ, ഇവിടെ കിട്ടുന്നത് റിമൈൻഡർ, എല്ലാവർക്കും അറിയാം. ഇത് എന്താണ്, ഡിവിഡന്റ്, ഹരിക്കുന്ന സംഖ്യ. ഇതോ ഡിവൈസർ. എന്തുകൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്? അതാണ് ഡിവൈസർ എന്ന് പറയുന്നത് അല്ലെ. ഡിവിഡന്റ് ഹരിക്കപ്പെടുന്ന സംഖ്യ. ഓക്കെ, അപ്പോ നമ്മൾ ഇവിടുത്തെ നമ്മുടെ നമ്പർ, ഇതല്ലേ നമ്മുടെ നമ്പർ. ഇപ്പൊ നമ്മൾ ഈ ഡിവിഡന്റ് എന്താക്കി നമ്പർ ഈസ് ഡിവൈഡ് എന്ന് പറയുമ്പോൾ എന്താണ്, ഇതാണ് നമ്പർ, ഇതാണ് ആ നമ്പർ. അപ്പൊ ആ നമ്പർ ഈസ് ഈക്വൽ ടു കോഷ്യന്റ് ഇൻറ്റു അല്ലെ ഡിവൈസർ പ്ലസ് റിമൈൻഡർ ആണ് അല്ലെ. ഇത് നമുക്കറിയാം, ഇത് പറയുന്ന കാര്യമാണ്, നമ്മൾ എപ്പോഴും പറയുന്ന കാര്യമാണ്. ഇവിടുത്തെ നമ്പർ എന്താ വരിക? നമ്പർ ഈസ് ഈക്വൽ ടു കോഷ്യന്റ് എക്സ് ഡിവൈസർ 119. അപ്പോ 119 എക്സ് പ്ലസ് 10 ഇതായിരിക്കും ആ നമ്പർ അല്ലെ. അപ്പോ 119 എക്സ് പ്ലസ് 10 ഇതായിരിക്കും ആ നമ്പർ. നീ ആ നമ്പർ എന്താണ് ഡിവൈഡ് ചെയ്യുന്നത്? 17 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. ശ്രദ്ധിക്കുക, 17 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്തായിരിക്കും റിമൈൻഡർ എന്നുള്ളത്. ഇവിടുത്തെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ 17 എന്തിന് മൾട്ടിപ്പിളാ? 119 മൾട്ടിപ്പിൾ ആണ്. 17 119 മൾട്ടിപ്പിൾ ആണെങ്കിൽ ഇനി എക്സിന്റെ വാല്യൂ 1 ആവട്ടെ, 2 ആവട്ടെ, 3 ആവട്ടെ, 4 ആവട്ടെ, 5 ആവട്ടെ, എന്തോ ആവട്ടെ, 17 119 മൾട്ടിപ്പിൾ ആണെങ്കിൽ ഇവിടെ 119 ഇൻറ്റു എന്ത് വന്നാലും ഇത് ഡിവൈഡ് ചെയ്ത് പോകും, കറക്റ്റായി ഡിവൈഡ് ചെയ്ത് പോകും. അഥവാ അവിടെ റിമൈൻഡർ ഉണ്ടാവില്ല അല്ലെ. എക്സിന്റെ വാല്യൂ 1 ആവട്ടെ, 2 ആവട്ടെ, 3 ആവട്ടെ, 4 ആവട്ടെ, 5 ആവട്ടെ, 6 ആവട്ടെ, എന്തോ ആവട്ടെ, ഇവിടെ 119 17 മൾട്ടിപ്പിൾ നമുക്ക് അറിയാം അല്ലെ. അപ്പൊ ഇനി ഇവിടെ എന്താണ്, എന്ത് ഡിവൈഡ് ചെയ്താലും ഇവിടെ റിമൈൻഡർ 0 വരിക. അപ്പൊ ഇവിടെ ഈ ഒരു പോർഷനിൽ നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല, ഇവിടെ റിമൈൻഡർ 0 ആണ് അല്ലെ. 119 ഇൻറ്റു എത്രയാണ്? 17. 17 ഇൻറ്റു എന്താണ്, എത്ര വരും? 17 ഇൻറ്റു 7, 7 49 ഇഷ്ടം 4, ഒരു 7 7 7 4 11 അല്ലെ. 17 ഇൻറ്റു 7 ആണ് വരിക. അപ്പോ ഇവിടെ 1 വന്നാലും 2 വന്നാലും 3 വന്നാലും ഇവിടെ റിമൈൻഡർ 0 ആണ്. അപ്പൊ ജസ്റ്റ് 10/17 നോക്കിയാൽ മതി. 10 10 17 പോവുക. ശ്രദ്ധിക്കുക മക്കളെ, 10/17 10 17 പോവില്ല. അപ്പൊ റിമൈൻഡർ തന്നെ എന്താണ്? 10 ആണ്. അപ്പൊ ഇതിന്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ ഡി 10 ആണ് 9ാമത്തെ ക്വസ്റ്റ്യന്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരാൻ പോകുന്നത്. ക്ലിയർ ആണല്ലോ, സെറ്റ് ആണല്ലോ, യെസ്. 10 ആണെന്ത് ഈ 9th ക്വസ്റ്റ്യൻ ആൻസർ. അപ്പൊ ഒരു നമ്പർ 119 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 19 ആണെന്ന് പറയുമ്പോൾ നമ്പർ എന്താണ്? 119 ഇൻറ്റു എക്സ്. എക്സ് എന്താണ്? അടുത്ത ക്വസ്റ്റ്യൻ എന്ന് വിചാരിക്കാം. 119 ഇൻറ്റു എക്സ് പ്ലസ് 10 അതാ നമ്പർ. ആ നമ്പറിനെ ഇനി 17 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഈ 119 ഓൾറെഡി 17 മൾട്ടിപ്പിൾ ആയതുകൊണ്ട് 119 ഇൻറ്റു എക്സ് ബൈ 17 എന്താണ്? അതും ഒരു 17 മൾട്ടിപ്പിൾ ആയിരിക്കും. അവിടെ ഇവിടുത്തെ റിമൈൻഡർ 0 വരിക. നമ്മൾ ജസ്റ്റ് നോക്കിയാൽ മതി, 10/17 നോക്കിയാൽ മതി. 10/17 നോക്കുമ്പോൾ റിമൈൻഡർ എന്താണ്? 10 ആണ്. അതുകൊണ്ട് തന്നെ 9ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എന്താണ്? അത് ഓപ്ഷൻ ഡി ആണ് വരാൻ പോകുന്നത്. ക്ലിയർ ആണല്ലോ, സെറ്റ് ആണല്ലോ, യെസ്. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. 10ാമത്തെ ചോദ്യത്തിലോട്ട് പോവാം. ഇഫ് എ ഷോപ്കീപ്പർ ഹൈക്സ് പർച്ചേസിംഗ് വാല്യൂ ഓഫ് എൻ ഐറ്റം by 46%, അഥവാ
ഇത് മാർക്കറ്റ് പ്രൈസ് ഉദ്ദേശിക്കുന്നത് അല്ലെ. 46% വില കൂട്ടിയിട്ടു. ഇപ്പൊ കോസ്റ്റ് പ്രൈസ് 100 ആണെങ്കിൽ 46% ഹൈക്ക് കൊണ്ടുവന്ന് പറയുമ്പോൾ എന്താ പറയാ, മാർക്ക് പ്രൈസ് ആയിട്ട് 46% കൂട്ടിട്ട് പറയുമ്പോൾ മാർക്ക് പ്രൈസ് എന്ത് വരും, 146 വരും. ഓക്കെ, എന്നിട്ട് അതിൽ നിന്നൊരു 46% ഡിസ്കൗണ്ട് കൊടുത്തു. 46% ഡിസ്കൗണ്ട് കൊടുത്തു. ഓക്കെ, അപ്പോ സെല്ലിംഗ് പ്രൈസ് എന്താ വരിക മക്കളെ? 146-ന് 46% എന്താ? 146-ന് 46%. 146/100 ചെയ്താൽ മതി. ജസ്റ്റ് ഇതിന്റെ വാല്യൂ ഒന്ന് കണ്ടു നോക്കാം. 146 × 46 6 36 ഇഷ്ടം 3 24 48 48 3 51 ഇഷ്ടം 5 പിന്നെ 6 16 22 22 5 27 ഇഷ്ടം 2 1 4 4 4 2 6. ഓക്കെ, ബൈ 100 വരുമ്പോ 67.16. ഇതാണ് എന്ത് 46%. അപ്പൊ ഇത്ര രൂപയാണ് ഡിസ്കൗണ്ട് കൊടുത്തത്. അപ്പൊ 146 എന്ത് കൊടുക്കുക? 146.00 നിന്ന് 67.16 കുറക്കുക. 16 പോയാൽ 4, പിന്നെ 9 1 പോയാൽ 8, 5 7 പോകില്ല, 15 7 പോയാൽ എന്ത് വരും? 15 7 പോയാൽ 8 അല്ലേ? അതെ. പിന്നെ 4 3 13 6 പോയാൽ 7 7 മാറും 13. ഓക്കെ, അപ്പൊ 78.84. അപ്പൊ സെല്ലിംഗ് പ്രൈസ് എന്താ വരിക? 78.84. ഓക്കെ, അപ്പോ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ? ലോസ് ആണ്. എത്ര ലോസ്? 100 - 78.84. 78.84ക്ക് 0.16 കൂട്ടിയാൽ എന്തായി? 0.16 കൂട്ടിയാൽ 79 ആയി. 79 1 80, 80 20 100. അപ്പോ 21.16 ആണ് ലോസ്. 100-ലായതുകൊണ്ട് 21.16 ഡിവൈഡ് ബൈ 100 × 100 ഇതാണ് ലോസ് പെർസെന്റേജ് വരിക അല്ലെ. ലോസ് ഡിവൈഡ് ബൈ കോസ്റ്റ് പ്രൈസ് × 100 അല്ലെ. അപ്പൊ എന്ത് വരും? 21.16% ആണ് എന്ത് ലോസ് വരുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ ലോസ് ആണ്. എത്ര ലോസ് ആണ്? 21.16% ലോസ് ആണ് വരുന്നത്. കുറച്ച് കാൽക്കുലേഷൻ ഉണ്ട്, അത് മനസ്സിലാക്കി വെക്കുക. ഇതിനേക്കാൾ നല്ല മെത്തേഡ് നിങ്ങൾ കയ്യിലുണ്ടെങ്കിൽ ഗ്രൂപ്പിൽ അറിയിക്കാവുന്ന കേട്ടോ. കോസ്റ്റ് പ്രൈസ് എന്താ? 100 ആണ്. മാർക്കറ്റ് പ്രൈസ് എന്ത് തോന്നുന്നു? 46% കൂട്ടിയിട്ടു, അത് 146 ആയി അല്ലെ. എന്നിട്ട് അതിന്ന് ഒരു 46% ഡിസ്കൗണ്ട്. അപ്പൊ എന്ത് ചെയ്താൽ മതി? 146-ന് 46% കണ്ടാൽ മതി. അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് 146-ന്റെ 46% ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ ബാക്കി 54%. 146-ന്റെ 54% കണ്ടാലും മതി. അപ്പൊ നമുക്ക് കിട്ടാൻ പോകുന്നത് ഡയറക്റ്റ് ആയിട്ട് 78.84 കിട്ടും. എന്തായാലും കിട്ടും. 78.84 കിട്ടും. ഇങ്ങനെ കണ്ടാലും മതി. അപ്പൊ ഡയറക്റ്റ് ആയിട്ട് കിട്ടും. മൈനസ് ചെയ്യേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ 146-ന്റെ 46% കാണാം. ഇതായിരിക്കും കുറച്ചുകൂടി നല്ല കേട്ടോ. നോക്കൂ, 146 × 54 നോക്കൂ. 6 4 24 4 4 16 30 30 16 46 46 2 48 ഇഷ്ടം 4 അല്ലെ. 20 4 24 24 4 28. ഓക്കെ, ഇഷ്ടം 2 7. ഓക്കെ, എന്ത് വരും? 78.84. ഇതിന്റെ കാൽക്കുലേഷൻ ഒക്കെ അത്യാവശ്യം ഇപ്പോ എന്താ, ഇതൊക്കെ പ്രാക്ടീസ് ആണ്. ഈ കാൽക്കുലേഷൻ സ്പീഡ് ഒക്കെ എന്താണ്? പ്രാക്ടീസ് ആണ്. എനിക്ക് തന്നെ ഒരു ബോധ്യപ്പെടുന്നുണ്ട് എന്റെ കാൽക്കുലേഷൻ സ്പീഡ് അയക്കണമെന്നുള്ളത് പണ്ടത്തെ അപേക്ഷിച്ച്. അത് ഒരുപാട് ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് കാര്യമാണ്. ഇതൊക്കെ എന്താ പറയാ, അങ്ങനെ തന്നെ എല്ലാവരും പഠിക്കുന്നത്. അല്ലാതെ ഇപ്പോ ഇത് ഒറ്റ നിമിഷത്തിൽ ഉണ്ടായി എടുക്കുന്ന കാര്യമല്ല ഇത് അല്ലെ. ഇവിടെ 78.8 78.84 വരും അല്ലെ. 7884/100 ഉണ്ടല്ലോ. ഇവിടെ 100 ഉണ്ടല്ലോ. അപ്പൊ എന്ത് വരും? 78.84 വരും. ഒറ്റയടിക്ക് എന്ത് വരും? നമുക്ക് ഇത് കാണാം. അഥവാ 146-ന് 54% കണ്ടാൽ മതി. അഥവാ 46% ഡിസ്കൗണ്ട്. അപ്പൊ സെല്ലിംഗ് പ്രൈസ് എന്തായിരിക്കും? ഡിസ്കൗണ്ട് കഴിച്ചിട്ട് 146-ന്റെ 54%. 78.84. അപ്പൊ 100 - 78.84 എന്ത് വരും? 21.16. അത്ര ശതമാനമാണ് എന്ത് ഡിസ്കൗണ്ട് വരിക. അപ്പോ അല്ല, 100-ൽ നിന്നായത് കൊണ്ട് 21 ഡിസ്കൗണ്ട് അത്ര ശതമാനമാണ് ലോസ്. ലോസ് എങ്ങനെ കാണാം? ലോസ് ഈക്വൽ ലോസ് പെർസെന്റേജ് എങ്ങനെ കാണാം? ലോസ് ഡിവൈഡ് ബൈ CP × 100. ഇവിടെ ലോസ് എന്താ? 21.16 ആണ്. CP ഇവിടെ എന്താണ്? 100 തന്നെയാണ്. അതുകൊണ്ട് പിന്നെ നമ്മൾ പ്രത്യേകം നോക്കേണ്ട ആവശ്യമില്ല. 100-ൽ ലോസ് എന്ന് പറയുമ്പോൾ അത് ആ പെർസെന്റേജ് ഈക്വൽ ആയിരിക്കും, ആ വാല്യൂ ഈക്വൽ ആയിരിക്കും 100-ലായതുകൊണ്ട്. ഓക്കെ, ഇപ്പൊ 21.16 ഡിവൈഡ് ബൈ 100 × 100. ഈ 100 ക്യാൻസൽ ആയിട്ട് പോകും. എന്ത് വരും? 21.16 നമ്മുടെ ആൻസർ.
ഓക്കെ, ഓപ്ഷൻ ഡി ആണ് എന്ത് 10ാമത്തെ ക്വസ്റ്റിന്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരാൻ പോകുന്നത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റിലോട്ട് പോവാം. 11ാമത്തെ ക്വസ്റ്റിലോട്ട് പോവാം. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 11ാമത്തെ ചോദ്യം. എ ട്രെയിൻ ടേക്ക് 57 seconds to cross a 204 meter long bridge and same train take 23 seconds to cross a signal board. Tell the length of the train. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു. 57 സെക്കൻഡ് കൊണ്ട് ഒരു ബ്രിഡ്ജ് ക്രോസ് ചെയ്യുമെന്ന് പറയുമ്പോൾ, അപ്പൊ അവിടെ ബ്രിഡ്ജ് ക്രോസ് ചെയ്യുമ്പോൾ എന്തൊക്കെ ക്രോസ് ചെയ്യും? ട്രെയിനിന്റെ ലെങ്ത്തും ക്രോസ് ചെയ്യും, ബ്രിഡ്ജിന്റെ ലെങ്ത്തും ക്രോസ് ചെയ്യും. ഇത് രണ്ടും ക്രോസ് ചെയ്യാനാണ് എന്ത് 57 സെക്കൻഡ്. ഓക്കെ, 23 സെക്കൻഡ് കൊണ്ട് ഒരു സിഗ്നൽ ക്രോസ് ചെയ്യാണ്, ഒരു സിഗ്നൽ ബോർഡ് ക്രോസ് ചെയ്യാണ്. അഥവാ ഒരു സിഗ്നൽ ബോർഡ് എന്ന് പറയുമ്പോൾ എന്താണ്? പോയിന്റ് ഒബ്ജക്റ്റ് ആണ്. അപ്പൊ സിഗ്നൽ ബോർഡിനെ ക്രോസ് ചെയ്യാൻ 23 സെക്കൻഡ് എന്ന് പറഞ്ഞാല് അപ്പൊ ട്രെയിനിന്റെ ലെങ്ത് മാത്രമേ ക്രോസ് ചെയ്യുള്ളൂ. പോയിന്റ് ഒബ്ജക്റ്റിനെ ക്രോസ് ചെയ്യുമ്പോൾ എന്താണ്? ട്രെയിനിന്റെ ലെങ്ത് മാത്രമേ ഡിസ്റ്റൻസ് ആയിട്ട് വരുള്ളൂ. ഓക്കെ, അപ്പൊ ട്രെയിനിന്റെ ലെങ്ത് മാത്രം ക്രോസ് ചെയ്യാൻ 23 സെക്കൻഡ്. ഓക്കെ, അപ്പോ എന്താണ് ഈ 57 മൈനസ് 23 എന്ത് വരും? 57 മൈനസ് 23 34 സെക്കൻഡ് കൊണ്ടാണ് ഈ ട്രെയിന് ബ്രിഡ്ജിന്റെ ലെങ്തിനെ മാത്രം കവർ ചെയ്യുക അല്ലെ. 34 സെക്കൻഡ് കൊണ്ടാണ് ഈ ട്രെയിന് ബ്രിഡ്ജിന്റെ ലെങ്ത് മാത്രം കവർ ചെയ്യുക. അതിൽ നിന്ന് ട്രെയിനിന്റെ സ്പീഡ് എടുക്കാം. എങ്ങനെയാ? ബ്രിഡ്ജിന്റെ ലെങ്ത് ഡിവൈഡഡ് ബൈ 34 സെക്കൻഡ് കൊണ്ടാണ് എന്ത് ചെയ്യുക അല്ലെ. 57 സെക്കൻഡ് കൊണ്ട് ട്രെയിനിന്റെ ലെങ്ത്തും ബ്രിഡ്ജിന്റെ ലെങ്ത്തും കവർ ചെയ്യുന്നത്. കാരണം എന്താ? 57 സെക്കൻഡ് കൊണ്ടാണ് ആ ട്രെയിന് 24 മീറ്ററുള്ള ബ്രിഡ്ജിനെ ക്രോസ് ചെയ്യുന്നത്. അപ്പോൾ ബ്രിഡ്ജിനെ ക്രോസ് ചെയ്യുന്ന പറയുമ്പോൾ ട്രെയിനിന്റെ ലെങ്ത്തും ബ്രിഡ്ജിന്റെ ലെങ്ത്തും എന്താ കവർ ചെയ്യേണ്ടി വരും അല്ലെ. അവിടെ ഡിസ്റ്റൻസ് ആയിട്ട് ട്രെയിനിന്റെ ലെങ്ത്തും ബ്രിഡ്ജിന്റെ ലെങ്ത്താണ് വരിക. പിന്നെ 23 സെക്കൻഡ് കൊണ്ട് ഒരു സിഗ്നൽ ബോർഡ് ക്രോസ് ചെയ്യുന്ന പറഞ്ഞാൽ എന്താണ്? സിഗ്നൽ ബോർഡ് ഒരു പോയിന്റ് ഒബ്ജക്റ്റ് ആണ്. പോയിന്റ് ഒബ്ജക്റ്റ് ക്രോസ് ചെയ്യുമ്പോൾ ട്രെയിനിന്റെ ലെങ്ത് മാത്രമേ ക്രോസ് ചെയ്യുള്ളൂ. അപ്പൊ 23 സെക്കൻഡ് കൊണ്ട് ട്രെയിനിന്റെ ലെങ്ത് മാത്രം ക്രോസ് ചെയ്യും. 34 സെക്കൻഡ് കൊണ്ട് ബ്രിഡ്ജിന്റെ ലെങ്ത്, ആ ട്രെയിന് 34 സെക്കൻഡ് കൊണ്ട് ബ്രിഡ്ജിന്റെ ലെങ്ത് ക്രോസ് ചെയ്യാം. ബ്രിഡ്ജിന്റെ ലെങ്ത് നമുക്കറിയാം അല്ലെ, എത്രയാ? 204 ആണ്. അപ്പൊ 204 ആണ് ബ്രിഡ്ജിന്റെ ലെങ്ത്. 34 സെക്കൻഡ് കൊണ്ട് ബ്രിഡ്ജിന്റെ ലെങ്ത് മാത്രം ക്രോസ് ചെയ്യും. 204/34 കാണാം. എന്ത് വരും? എത്ര? 17 ഉണ്ട്. 34 2 17. ഇവിടെയോ 20 1 17, ബാക്കി 34 2 17. 12/2 എന്ത് വരും? 6 മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കും എന്ത് ട്രെയിനിന്റെ സ്പീഡ്. 6 മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കും ട്രെയിനിന്റെ സ്പീഡ്. അപ്പോ ഇനി ലെങ്ത് ഓഫ് ദി ട്രെയിനാണ് വേണ്ടത്. അപ്പോൾ ലെങ്ത് ഓഫ് ട്രെയിനും ട്രെയിന് ഒരു സിഗ്നൽ ക്രോസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പോള് ക്രോസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു പോയിന്റ് ഒബ്ജക്റ്റ് ക്രോസ് ചെയ്യുമ്പോൾ എടുക്കുന്ന ആ ഒരു ഡിസ്റ്റൻസും ഈക്വൽ ആയിരിക്കും അല്ലെ. ഡിസ്റ്റൻസ് ലെങ്ത് ഓഫ് ട്രെയിൻ ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് വെൻ ക്രോസിംഗ് സിഗ്നൽ. ഇവിടെ സിഗ്നൽ ആണ്. ഓക്കെ, അപ്പോ എന്ത് വരും? ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു സ്പീഡ് ടൈം ആണ്. സ്പീഡ് എന്താ? 6 നമുക്ക് കിട്ടി. ടൈം എന്താ? നമ്മൾ സിഗ്നൽ ക്രോസ് ചെയ്യുമ്പോൾ ടൈം എത്രയാ? 23 സെക്കൻഡ് ആണ്. അപ്പൊ 6 × 23 എന്ത് വരും? 6 3 18 ഇഷ്ടം 1, 6 2 12, 12 1 13 വരും. 138 ആണ് എന്ത് വരിക? 138 മീറ്റർ ആണ് ട്രെയിനിന്റെ ലെങ്ത് ആയിട്ട് വരിക. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ട്രെയിനിന്റെ ലെങ്ത്തും ബ്രിഡ്ജിന്റെ ലെങ്ത്തും കവർ ചെയ്യാൻ 57 സെക്കൻഡ് അല്ലെ. ബ്രിഡ്ജ് ക്രോസ് ചെയ്യുക എന്ന് പറയുമ്പോൾ ട്രെയിനിന്റെ ലെങ്ത്തും ബ്രിഡ്ജിന്റെ ലെങ്ത്തും കവർ ചെയ്യുന്നുണ്ട്. ട്രെയിനിന്റെ ലെങ്ത് മാത്രം കവർ ചെയ്യാൻ 23 സെക്കൻഡ്. ബ്രിഡ്ജിന്റെ ലെങ്ത് മാത്രം കവർ ചെയ്യാൻ 34 സെക്കൻഡ്. അതിൽ നിന്ന് നമുക്ക് ഇത് കാണാം, ട്രെയിനിന്റെ സ്പീഡ് കാണാം. കാരണം ബ്രിഡ്ജിന്റെ ലെങ്ത് നമുക്ക് അറിയാം 204 ആണ്. 204 / 34 തരും 6 മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കും ട്രെയിനിന്റെ സ്പീഡ്. ഞാൻ ട്രെയിന് എന്താ പറയാ സിഗ്നൽ ക്രോസ് ചെയ്യുന്ന 23 സെക്കൻഡ് കൊണ്ടാണ്. അവിടെ കവർ ചെയ്യുന്ന ഡിസ്റ്റൻസ് കണ്ടാല് ട്രെയിനിന്റെ ലെങ്ത് കിട്ടും അല്ലെ. അപ്പൊ ഡിസ്റ്റൻസ് ഈക്വൽ ടു സ്പീഡ് ടൈം. 6 × 23 6 × 57 എടുക്കരുത് കേട്ടോ. 6 × 57 എടുത്താല് അവിടെ ഡിസ്റ്റൻസ് ആയിട്ട് ട്രെയിനിന്റെ ലെങ്ത്തും ബ്രിഡ്ജിന്റെ ലെങ്ത്തും ആഡ് ചെയ്ത ഡിസ്റ്റൻസ് വരിക. രണ്ടിന്റെയും ടോട്ടൽ ഡിസ്റ്റൻസ് വരിക. നമുക്ക് ബ്രിഡ്ജിന്റെ ട്രെയിനിന്റെ ലെങ്ത് മാത്രം മതിയെങ്കിൽ എന്താ എടുക്കേണ്ടത്? സിഗ്നൽ ക്രോസ് ചെയ്യുമ്പോഴാണ് ഡിസ്റ്റൻസ് ആയിട്ട് ട്രെയിനിന്റെ ലെങ്ത് വരിക അല്ലെ. അപ്പൊ 6 × 23 138 മീറ്റർ ആയിരിക്കും 11ാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, വേറൊരു മെത്തേഡും ഉണ്ട്. ഇനി വേണമെങ്കിൽ മെത്തേഡ്സ് ഉണ്ട്. അഥവാ ഇവിടെ സ്പീഡ് ഈക്വൽ ആണ്. സ്പീഡ് ഈക്വൽ എന്ന് പറയുമ്പോൾ ഈ ട്രെയിന് ഒറ്റയ്ക്ക് ഒരു സിഗ്നൽ ക്രോസ് ചെയ്യുമ്പോഴും ട്രെയിന് ബ്രിഡ്ജ് ക്രോസ് ചെയ്യുമ്പോഴുള്ള സ്പീഡ് ഈക്വൽ ആണ്. ആ സ്പീഡ് ഈക്വൽ ആണ്. അപ്പൊ സ്പീഡ് ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ ടൈം അല്ലേ. സ്പീഡ് ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ ടൈം അല്ലേ. ട്രെയിന് സിഗ്നൽ ക്രോസ് ചെയ്യുമ്പോൾ ഡിസ്റ്റൻസ് എന്താ? സിഗ്നൽ ക്രോസ് ചെയ്യുമ്പോൾ ഡിസ്റ്റൻസ് ട്രെയിനിന്റെ ലെങ്ത്തിന് ഈക്വൽ ആണ്. ഞാൻ പറഞ്ഞ കാര്യമാണ്. ട്രെയിൻ സിഗ്നൽ ക്രോസ് ചെയ്യുമ്പോൾ ഡിസ്റ്റൻസ് ട്രെയിനിന്റെ ലെങ്ത്തിന് ഈക്വൽ ആണ്. ഡിവൈഡ് ബൈ ടൈം എന്താ? അത് 23 സെക്കൻഡാ. ഇതേ ഈക്വൽ ടു
ട്രെയിന് ബ്രിഡ്ജ് ക്രോസ് ചെയ്യുമ്പോൾ ഡിസ്റ്റൻസ് എന്താ? ട്രെയിന് ബ്രിഡ്ജ് ക്രോസ് ചെയ്യുമ്പോൾ ഡിസ്റ്റൻസ് ട്രെയിനിന്റെ ലെങ്ത് പ്ലസ് ബ്രിഡ്ജിന്റെ ലെങ്ത് എത്രയാ? 204 ഡിവൈഡ് ബൈ ടൈം എത്രയാ? അത് 57 ആണ്. ഓക്കെ, 57 ആണ്. ഇത് എന്താ സോൾവ് ചെയ്താലും നമുക്ക് ആൻസർ കിട്ടും. എന്ത് വരും? ഇവിടെ 57 ട്രെയിനിന്റെ ലെങ്ത് ഈക്വൽ ടു 23 ട്രെയിനിന്റെ ലെങ്ത് പ്ലസ് 23 × 204. ഓക്കെ, അപ്പൊ എന്താ വരിക? കുറച്ചുകൂടെ കാൽക്കുലേഷൻ വരുന്നുണ്ട് അല്ലെ? 23. അപ്പൊ നേരത്തെ മെത്തേഡ് തന്നെയാണ് നല്ല മെത്തേഡ്, കുറച്ചും കൂടി കാൽക്കുലേഷൻ കുറവുള്ള മെത്തേഡ്. 23 × 204 എന്താ വരിക? ഒന്ന് കുടിച്ചു നോക്കൂ. 4692 വരും. അഥവാ വേണമെങ്കിൽ ഗുണിക്കാം. 23 × 200 എന്താ? 4600 ആണല്ലോ. 23 × 4 നോക്കിയാൽ പോരെ. 20 × 4 80, 3 4 12, 92 വരും. അപ്പൊ 4692 ആണ്. അപ്പോ 4692. ഓക്കെ, 57 - 23 എന്ത് വരും? 57 - 23 എന്ത് വരും? 34. അപ്പൊ നേരത്തെ കണ്ടതാ. 34 ട്രെയിനിന്റെ ലെങ്ത് ഈക്വൽ ടു 4692. അപ്പൊ ട്രെയിനിന്റെ ലെങ്ത് ഡയറക്റ്റ് ആയിട്ട് ഇവിടെ കിട്ടും. ട്രെയിനിന്റെ ലെങ്ത് ഈക്വൽ ടു 4692 ഡിവൈഡഡ് ബൈ 34 എന്ത് വരും? 4692 ഡിവൈഡ് ബൈ 34 എന്ത് വരും? നിങ്ങൾ ചെയ്ത് നോക്കുക. നമുക്ക് നേരത്തെ ക്വസ്റ്റ്യൻ കിട്ടിയ അതേ ആൻസർ 138 തന്നെ കിട്ടും. കിട്ടില്ലെങ്കിൽ നിങ്ങൾ ഗ്രൂപ്പിൽ പറയൂ. ഓക്കെ, എന്തായാലും കിട്ടും, ഉറപ്പാണ്. ഓക്കെ, ഞാൻ ഗ്യാരണ്ടി. 138 വരും ആൻസർ. 4692 ഡിവൈഡ് ബൈ 34 138 വരും ആൻസർ. ഓപ്ഷൻ എ അത് തന്നെയാണ് എന്ത്? ട്രെയിനിന്റെ ലെങ്ത് ആയിട്ട് വരുന്നത്. ക്ലിയർ ആണല്ലോ? സെറ്റ് ആണല്ലോ? യെസ്. അടുത്ത ക്വസ്റ്റിലോട്ട് പോവാം. 12ാമത്തെ ചോദ്യം. എ ഷോപ്പ് കീപ്പർ സെൽസ് എ പ്രൊഡക്റ്റ് in Rs 2376 and earns 12.5% profit. The amount that is equal to half of the purchase price of the product. ആ ലാസ്റ്റ് ചെയ്ത കാര്യം നിങ്ങൾ ഒന്ന് നോക്കേണ്ടത് സിമ്പിൾ ആണ്. നമ്മുടെ പർച്ചേസ് പ്രൈസ് എന്ന് പറയുന്നത് എന്താ? കോസ്റ്റ് പ്രൈസ് ആണ്, വാങ്ങിയ വില അല്ലെ? പർച്ചേസ് പ്രൈസ് എന്ന് പറഞ്ഞാൽ കോസ്റ്റ് പ്രൈസ് ആണ്. കോസ്റ്റ് പ്രൈസിന്റെ പകുതി എത്രയാണെന്ന ചോദ്യം. അത്രയേ ഉള്ളൂ. കോസ്റ്റ് പ്രൈസിന്റെ പകുതി എത്രയാണെന്ന ചോദ്യം. ഇവിടെ നമ്മൾ സാധാരണ എങ്ങനെ കാണാം? ഇവിടെ 100% ആണ് കോസ്റ്റ് പ്രൈസ്. അതിന്റെ പേരാണ് കാണേണ്ടത്. ഇവിടെ സെല്ലിംഗ് പ്രൈസ്, ഇവിടെ പ്രോഫിറ്റ് എന്താ? കോസ്റ്റ് പ്രൈസ് 100%, പ്രോഫിറ്റ് 12.5%. ഓക്കെ, അപ്പൊ സെല്ലിംഗ് പ്രൈസ് എന്താണ്? 100 + 12.5 112.5%. അപ്പൊ ഈ 112.5% വാല്യൂ ആണെന്ത്? 2376. ഓക്കെ, നമുക്ക് കോസ്റ്റ് പ്രൈസ് കാണണമെങ്കിൽ എന്ത് കാണണം? ഈ 100% ആദ്യം കാണണം. എന്നിട്ട് അതിന്റെ പകുതി അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് 50% വാല്യൂ കണ്ടാലും മതി. അല്ലെ, കോസ്റ്റ് പ്രൈസിന്റെ പകുതിയാണ് നമുക്ക് വേണ്ടത്. അപ്പൊ ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാം? 50% വാല്യൂ കണ്ടാൽ മതി, 50% വാല്യൂ കണ്ടാൽ മതി. ഓക്കെ, അല്ലെ? കോസ്റ്റ് പ്രൈസിന്റെ പകുതി എത്ര ചോദ്യം അല്ലെ? ടെൽ ദ എമൗണ്ട് ദാറ്റ് ഈസ് ഈക്വൽ ടു ഹാഫ് ഓഫ് ദി പർച്ചേസ് പ്രൈസ് ഓഫ് ദി പ്രൊഡക്റ്റ്. അഥവാ ഡയറക്റ്റ് 50% വാല്യൂ കണ്ടാലും മതി. അപ്പൊ എങ്ങനെ വരിക? 2376 ഡിവൈഡ് ബൈ 112.5 ഇൻറ്റു 50. 112.5 എന്താണ്? എത്ര 12.5 ഉണ്ട്? അതാ നോക്കാൻ ഏറ്റവും നല്ലത്. 100-ൽ 8 എണ്ണം, 112.5-ൽ 9 എണ്ണം. ഇവിടെയോ 50-ലോ 100-ൽ 8 എണ്ണം ആണെങ്കിൽ 50-ൽ 4 എണ്ണം. 4 12.5 ആണ്. ഓക്കെ, ഇനി ഇതോടെ 9 വെച്ച് ക്യാൻസൽ ആക്കാം. എന്ത് വരും? 3 9 2 9 18 അതേ പോവുള്ളൂ. പിന്നെന്ത് വരും? 2 18 57-ല് 6 9 54, പിന്നെ 36-ല് 4 9 264 × 4 എന്താ വരിക? 4 4 16 ഇഷ്ടം 1, 6 4 24 4 ഇഷ്ടം 2, 2 4 8 2 10 10 1000. സോറി, ഇവിടെ 5 ആണ്. ഇവിടെ 16 ഇഷ്ടം 1 ഉണ്ടല്ലോ. 4 4 16 ഇഷ്ടം 1, 6 4 24 24 1 25. ഇവിടെ 5 ആണ് കേട്ടോ. 1046 അല്ല, 1056 ആണ്. 1056 ആണ്, 46 അല്ല. ഓക്കെ അല്ലേ? 264 × 4 എന്താണ്? 1056 വരിക. യെസ്, 1056 ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ എന്ത് വരും? ഇവിടെ 5 വരും. 1056 വരും. ഓക്കെ, ഓപ്ഷൻ എ ആണെന്ത്? ഈ ഒരു ക്വസ്റ്റ്യന്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഇവിടെ എന്തുകൊണ്ട് 50% എടുത്തു? നമുക്ക് വേണ്ടത്
കോസ്റ്റ് പ്രൈസിന്റെ പകുതിയാണ്. കോസ്റ്റ് പ്രൈസ് 100% ആണ്. കോസ്റ്റ് പ്രൈസിന്റെ പകുതി എന്ത് വരും? 50% വരും. ഓക്കെ, ഇനി 12.5% ആയതുകൊണ്ട് നിങ്ങൾക്ക് പെർസെന്റേജ് ഫ്രാക്ഷൻ കൺവേർഷൻ അതൊക്കെ നിർബന്ധമായിട്ട് പഠിക്കേണ്ട കാര്യമാണ്. ഞാൻ ബേസിക് നിങ്ങൾക്ക് അത് അറിയാന്ന് വിചാരിക്കുന്നു. അഥവാ 12.5% ഫ്രാക്ഷൻ വരുന്നത് എന്താണ്? 1/8 ആണ്. ഇനിയിപ്പോ 37.5% ആണെങ്കിലോ 3/8. അതൊക്കെ നല്ല രീതിയിൽ കാണുന്ന വാല്യൂസാ. അതേപോലെ തന്നെ 62.5% അത് 5/8 ആണ്. പിന്നെ 87.5% അത് 7/8. അതൊക്കെ ഇതിലൊരു ഈ ഒരു സെറ്റിൽ പഠിച്ചു വെക്കേണ്ട കാര്യമാണ്. 12.5% ഫ്രാക്ഷൻ വാല്യൂ 1/8, 37.5% ഫ്രാക്ഷൻ വാല്യൂ 3/8, 62.5% ഫ്രാക്ഷൻ വാല്യൂ 5/8, 87.5% ഫ്രാക്ഷൻ വാല്യൂ എന്താണ്? 7/8. ഇവിടെ 12.5% ശ്രദ്ധിക്കട്ടോ. ഈ 12.5% ആണല്ലോ ഇവിടുത്തെ പ്രോഫിറ്റ്, അഥവാ 1/8. അപ്പോൾ ഈ 8 യൂണിറ്റ് ഇവിടെ കോസ്റ്റ് പ്രൈസ് ആയിരിക്കും. ഇതൊക്കെ ഓരോരോ മെത്തേഡ്സ് ആണ്. ഈ 1 യൂണിറ്റ് ആണ് ഇവിടുത്തെ പ്രോഫിറ്റ്. അപ്പോൾ സെല്ലിംഗ് പ്രൈസ് എത്ര യൂണിറ്റാ? 9 യൂണിറ്റ് അല്ലെ? 12.5% ആണല്ലോ പ്രോഫിറ്റ്. പ്രോഫിറ്റ് ഏതിന്റെ ടേംസിലാണ്? 12.5% ഫ്രാക്ഷൻ വാല്യൂ 1/8 ആ. ഈ 8 യൂണിറ്റ് ഇത് റേഷ്യോ ആണ്. 8 യൂണിറ്റ് കോസ്റ്റ് പ്രൈസ് ആയിരിക്കും. ഈ 1 ആണ് പ്രോഫിറ്റ്. അപ്പൊ 9 ആണ് സെല്ലിംഗ് പ്രൈസ്. 9 യൂണിറ്റ്. ആ 9 യൂണിറ്റിന്റെ വാല്യൂ ആണെന്ത്? 2376. നമുക്ക് കോസ്റ്റ് പ്രൈസ് എത്ര യൂണിറ്റാ? 8 യൂണിറ്റ് ആണ്. പക്ഷെ നമുക്ക് കോസ്റ്റ് പ്രൈസ് അല്ല വേണ്ടത്, കോസ്റ്റ് പ്രൈസിന്റെ പകുതിയാണ് വേണ്ടത് അല്ലെ? ടെൽ ദ എമൗണ്ട് ഓഫ് ദാറ്റ് ഈസ് ഈക്വൽ ടു ഹാഫ് ഓഫ് ദി പർച്ചേസ് പ്രൈസ്. അപ്പോൾ ഈ 8 യൂണിറ്റിന്റെ പകുതി എത്രയാ? 4 യൂണിറ്റിന് വാല്യൂ കണ്ടാലും മതി, ഇങ്ങനെ കണ്ടാലും മതി. ഇത് കുറച്ച് ഇതൊക്കെ നിങ്ങൾക്ക് അത്രക്ക് ഇതൊക്കെ ഈ പെർസെന്റേജ് ഫ്രാക്ഷൻ ഒക്കെ നല്ല രീതിയിൽ അറിയുന്ന ആൾക്കാർക്ക് ഇങ്ങനെ യൂസ് ചെയ്യാം. 12.5% എന്ന് പറഞ്ഞാൽ 1/8 ആണ്. അപ്പോൾ ഇവിടെ പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ ഈ ഡിനോമിനേറ്ററിലെ 8 ആണ് കോസ്റ്റ് പ്രൈസ്, 1 യൂണിറ്റ് പ്രോഫിറ്റ് ആണ്. അപ്പോൾ 9 യൂണിറ്റ് ആണ് സെല്ലിംഗ് പ്രൈസ്. 9 യൂണിറ്റിന് മേലാണ് 2376. അപ്പൊ 4 യൂണിറ്റ് എന്താണ്? എന്ത് വരും? 2376 ഡിവൈഡ് ബൈ 9 ഇൻറ്റു 4. ഓക്കെ, നമ്മൾ നേരത്തെ കിട്ടിയ അതേ സാധനം തന്നെ. ഇത് 264 വരും. പിന്നെ എന്ത് വരും? 264 ഇൻറ്റു 4 10,056 വരും. ഓക്കെ, ഓപ്ഷൻ എ ആണെന്ത്? ഈ ഒരു ക്വസ്റ്റ്യന്റെ 12ാമത്തെ ക്വസ്റ്റ്യന്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരാൻ പോകുന്നത്. ക്ലിയർ ആണല്ലോ? അടുത്ത ക്വസ്റ്റിലോട്ട് പോവാം. ഒരു 13ാമത്തെ ക്വസ്റ്റിലോട്ട് പോവാം. Vimal received 72 out of 80 marks in French, 91 out of 100 in English, 63 out of 70 in Spanish, and 44 out of 50 in Japanese. What was the total percentage achieved by him? അല്ലെ, എങ്ങനെയാ ടോട്ടൽ പെർസെന്റേജ് കാണാം? അല്ലെ, ടോട്ടൽ പെർസെന്റേജ് മാർക്ക് ആദ്യം ടോട്ടൽ അയാൾക്ക് എത്ര കിട്ടിയ ടോട്ടൽ എത്രയ്ക്കാ മാർക്ക്? ആദ്യം 80 മാർക്ക്, അതിൽ 72 കിട്ടിയത്. പ്ലസ്, ഇവിടെയും പ്ലസ് ഇടാം. പിന്നെ 100 മാർക്ക് ഇംഗ്ലീഷ് 100 മാർക്കിനാണ്, അതിൽ കിട്ടിയത് 91 പ്ലസ്. പിന്നെ സ്പാനിഷിന് 70 മാർക്കാണ് ടോട്ടൽ, അതിൽ കിട്ടിയത് 63 പ്ലസ്. പിന്നെ അടുത്തത് ജപ്പാനീസ് ടോട്ടൽ 50 മാർക്കിലാണ്, അത് കിട്ടിയത് 44. ഓക്കെ, ഇതാണ് എന്ത്? ടോട്ടല്. ടോട്ടൽ അയാൾക്ക് എത്ര കിട്ടി? 72 പ്ലസ് 91 പ്ലസ് 63 പ്ലസ് 44 എന്ത് വരും? 70ഉം 90ഉം 160, 160ഉം 60ഉം 220, 220 40ഉം 260, 260ഉം 262, 266, 269, 270. ഓക്കെ, 270 മാർക്ക് ടോട്ടൽ കിട്ടി. ടോട്ടൽ എത്രയൊക്കെ മാർക്ക്? എത്രയൊക്കെ എക്സാം? 100, 80, 180, 180ഉം 50ഉം 230, 230ഉം 70ഉം 300. ടോട്ടൽ 300ല് 270 മാർക്ക് കിട്ടി. അപ്പൊ എത്ര പെർസെന്റേജ് മാർക്ക് കിട്ടിയെന്ന് ചോദിച്ചാൽ 270 ഡിവൈഡഡ് ബൈ 300 ഇൻറ്റു 100 അല്ലെ? ടോട്ടൽ 300ല് 270 മാർക്ക് കിട്ടി. അപ്പൊ എത്ര പെർസെന്റേജ് മാർക്ക് കിട്ടിയെന്ന് ചോദിച്ചാൽ 270 ഡിവൈഡ് ബൈ 300 ഇൻറ്റു 100 ചെയ്താൽ മതി. 100 ഇവിടെ ക്യാൻസൽ. 27/3 തരും 9, 90% മാർക്ക് കിട്ടി. ഓക്കെ, ടോട്ടൽ 300ല് 270 മാർക്ക് കിട്ടി. അപ്പൊ എത്ര പെർസെന്റേജ് മാർക്ക് കിട്ടി എന്ന് ചോദിച്ചാൽ 270 ഡിവൈഡ് ബൈ 300 ഇൻറ്റു 100, 90% മാർക്ക് കിട്ടി. ഓപ്ഷൻ ഡി ആണെന്ത്? ഈ ഒരു 13ാമത്തെ ക്വസ്റ്റ്യന്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരാൻ പോകുന്നത്. ഓക്കെ ആണല്ലോ? സെറ്റ് ആണല്ലോ? യെസ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ഒരു 3ാമത്തെ ക്ലാസ്സിൽ പറയാനുള്ളത്. ഇനി ഒരു ക്ലാസ് കൂടിയുണ്ട് അല്ലെ? ഈ നമ്മുടെ ഈ ഒരു സീരീസിൽ ഒരു ക്ലാസ് കൂടിയുണ്ട്. മാത്സിൽ ഒരു ക്ലാസ് കൂടി ചെയ്യും.
ഇതേപോലെ തന്നെ റീസണിംഗിൽ ഒരു 4 ക്ലാസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്, അതും വൈകാതെ വരും. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് എന്താണ് ഇവിടെ പറയാനുള്ളത്. പറഞ്ഞ കാര്യങ്ങളും കേട്ട കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. കൂടുതൽ കൂടുതൽ നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യുക, കൂടുതൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്യുക. എന്നിട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ ഇഷ്ടം പോലെ ഉണ്ട്. ഞാൻ ഒരു എന്താ പറയാ 50% പോലും ക്വസ്റ്റ്യൻസ് ഇവിടെ പറയുന്നില്ല. അത്രത്തോളം ക്വസ്റ്റ്യൻസ് ഇനിയും ചെയ്യാനുണ്ട്. പക്ഷെ എല്ലാം കൂടി ചെയ്യാൻ നമുക്ക് സമയമില്ല അല്ലെ. പക്ഷെ ഒരേ ടൈപ്പ് തന്നെയാണ്, ആവർത്തിച്ച് വരിക. അപ്പൊ നിങ്ങൾക്ക് ബാക്കി എന്ത് ചെയ്താൽ മതി, നിങ്ങൾ സ്വന്തമായിട്ട് നോക്കി ചെയ്താൽ മതി. ഓക്കെ, എന്നിട്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ ഗ്രൂപ്പിൽ ചോദിക്കാവുന്നതാണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയാനുള്ളത്. നല്ല രീതിയിൽ പഠിക്കുക, എല്ലാ കാര്യങ്ങളും സെറ്റ് ആക്കി എടുക്കുക. ഓരോ ചാപ്റ്റേഴ്സും നല്ല രീതിയിൽ പഠിച്ച് നിങ്ങൾ അത് സെറ്റ് ആക്കി എടുക്കണം. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ എന്ത് ചെയ്യാം, ഇതിന്റെ പാർട്ട് 4 ആയിട്ട് എന്ത് ചെയ്യാൻ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, അപ്പോൾ ഇത്രയും നേരം കേട്ടിരുന്നതിനെ കണ്ടിരുന്ന ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്.